ദൈവനാമത്തിന് മഹത്വമുണ്ടാവട്ടെ. ഉപമകൾ എങ്ങനെ നമുക്ക് നന്നായിട്ട് പ്രയോജനപ്പെടുത്താം എന്നാണ് കഴിഞ്ഞ ക്ലാസ്സിൽ നാം ചിന്തിച്ചു തുടങ്ങിയത്. കഴിഞ്ഞ ആഴ്ചയിൽ നമ്മൾ വായിച്ച 2 വാക്യങ്ങൾ വീണ്ടും ഞാൻ നിങ്ങളുടെ ശ്രദ്ധയിൽ കൊണ്ടുവരുന്നു. മത്തായി സുവിശേഷം 13-ാം അധ്യായത്തിന്റെ 51, 52 വാക്യങ്ങൾ. മത്തായി സുവിശേഷം 13-ാം അധ്യായത്തിന്റെ 51, 52 വാക്യങ്ങൾ. ഇതെല്ലാം ഗ്രഹിച്ചുവോ എന്നതിന് അവർ ഊവ് എന്ന് പറഞ്ഞു. അവൻ അവരോട്, അതുകൊണ്ട് സ്വർഗരാജ്യത്തിന് ശിഷ്യനായി തീർന്ന ഏത് ശാസ്ത്രിയും തന്റെ നിക്ഷേപത്തിൽ നിന്ന് പുതിയതും പഴയതും എടുത്തു കൊടുക്കുന്ന ഒരു വീട്ടുടയവനോട് സദൃശനാകുന്നു എന്ന് പറഞ്ഞു. ഇതൊരു ഉപമയാണ്. ആ ഉപമയ്ക്ക് വീട്ടുടയവന്റെ ഉപമ, പാരബിൾ ഓഫ് ദി ഹൗസ് ഹോൾഡർ എന്ന് പറയാം എന്നും കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞല്ലോ. അവസാനം പഠിച്ച കാര്യങ്ങൾ ഒന്നുകൂടെ ഓർക്കുകയാണെങ്കിൽ, ശിഷ്യന്മാരോട് യേശു ഒരു ചോദ്യം ചോദിക്കുകയാണ്, ഇതെല്ലാം നിങ്ങൾ ഗ്രഹിച്ചുവോ? കർത്താവ് ചോദിച്ചത്, ഞാൻ പഠിപ്പിച്ച കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് നന്നായി മനസ്സിലായോ എന്നാണ്. അവർ വളരെ പെട്ടെന്ന് തന്നെ ഊവ് എന്ന് ഉത്തരം പറഞ്ഞു. ഊവ് എന്നുള്ള ഉത്തരം പറഞ്ഞാൽ അവരുടെ മേൽ ഉത്തരവാദിത്വം കിടക്കുന്നു എന്നുള്ള കാര്യം നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിരുന്നു. ഒരു കാര്യം മനസ്സിലായാൽ അതിനകത്ത് ഉത്തരവാദിത്വമുണ്ട്. അത് തിരിച്ചറിഞ്ഞ് ചെയ്യാനായിട്ട് നാം ബാധ്യസ്ഥരാണ്. മറിഞ്ഞിരിക്കുന്ന ധാരാളം സത്യങ്ങൾ ശിഷ്യന്മാർക്ക് ഗ്രഹിക്കാൻ കഴിഞ്ഞത് വലിയ ഭാഗ്യമാണ്. അനേകർക്ക് ഗ്രഹിക്കാൻ കഴിയാവുന്ന കാര്യങ്ങൾ യേശുവിന്റെ കൂടെ നടന്ന ശിഷ്യന്മാർക്ക് ഗ്രഹിക്കാനായിട്ട് കഴിഞ്ഞു. അതൊരു ഭാഗ്യമാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഇരിക്കാനല്ല. ഏത് തരത്തിലാണ് യഥാർത്ഥത്തിൽ ഭാഗ്യമാകുന്നതെന്ന് ചോദിച്ചാൽ അത് അവർ ജീവിതത്തിൽ അനുവർത്തിക്കുമ്പോഴാണ്. അവിടെ നമ്മളൊരു വാക്യം വീണ്ടും വായിച്ചിരുന്നു, ലൂക്കോസ് 12:48. വളരെ ലഭിച്ചവനോട് വളരെ ആവശ്യപ്പെടും, അധികം ഏറ്റുവാങ്ങിയവനോട് അധികം ചോദിക്കും. കൂടുതൽ കിട്ടുന്നവർക്ക് കൂടുതൽ ഉത്തരവാദിത്വം ഉണ്ട് എന്നുള്ള കാര്യം അവരും നമ്മളും ഓർത്തിരിക്കേണ്ടതാണ്. നമ്മൾ എന്തുമാത്രം കർത്താവിൽ നിന്ന് ലഭിക്കുന്നുവോ അതനുസരിച്ച് കർത്താവിന് വേണ്ടി ജീവിക്കുവാനുള്ള ഉത്തരവാദിത്വം നമുക്കുണ്ട്. അറിയാതെ കണ്ട് ചെയ്തവരും അറിഞ്ഞുകൊണ്ട് ചെയ്യുന്നവരും ഉണ്ട്. അതുകൊണ്ട് അറിയുന്ന അതനുസരിച്ച് ഉത്തരവാദിത്വം വർദ്ധിക്കുകയാണ്. അപ്പൊ ഈ ഒരു കോണ്ടെക്സ്റ്റിലാണ് മത്തായി 13:52. അതുകൊണ്ട് സ്വർഗരാജ്യത്തിന് ശിഷ്യനായി തീർന്ന ഏത് ശാസ്ത്രിയും തന്റെ നിക്ഷേപത്തിൽ നിന്ന് പുതിയതും പഴയതും എടുത്തു കൊടുക്കുന്ന ഒരു വീട്ടുടയവനോട് സദൃശനാകുന്നു എന്ന് പറഞ്ഞു. ഒരു ചെറിയ ഉപമ. അപ്പൊ ഈ ഉപമ വെളിപ്പെടുത്തുന്ന സത്യത്തോടുള്ള ബന്ധത്തിൽ 3 കാര്യങ്ങൾ പ്രസക്തമാണെന്ന് പറഞ്ഞാണ് ക്ലാസ് അവസാനിച്ചത്. എന്തൊക്കെയായിരുന്ന കാര്യങ്ങൾ ഓർക്കുകയാണെങ്കിൽ, റെസ്പോൺസിബിലിറ്റി ഓഫ് ലേണിംഗ് ദ ട്രൂത്ത്, പഠിക്കാനുള്ള ഉത്തരവാദിത്വം. റെസ്പോൺസിബിലിറ്റി ഓഫ് ലിവിംഗ് ദ ട്രൂത്ത്, പഠിച്ച സത്യങ്ങൾ ജീവിതത്തിൽ അനുവർത്തിക്കുവാനുള്ള ഉത്തരവാദിത്വം. റെസ്പോൺസിബിലിറ്റി ഓഫ് ഷെയറിംഗ് ദ ട്രൂത്ത്, പഠിച്ച കാര്യങ്ങൾ അനുവർത്തിച്ചതിന് ശേഷം പങ്കുവെക്കാനുള്ള. പഠിക്കുക, ജീവിക്കുക, പങ്കുവെക്കുക, ഈ 3 ഉത്തരവാദിത്തങ്ങൾ നമുക്കുണ്ട് എന്ന് പറഞ്ഞാണ് ക്ലാസ് അവസാനിച്ചത്. ഒന്നാമത്തേത് റെസ്പോൺസിബിലിറ്റി ഓഫ് ലേണിംഗ് ദ ട്രൂത്ത്, പഠിക്കാനുള്ള ഉത്തരവാദിത്വം. ഉപമയിൽ പറഞ്ഞത് വീട്ടുടയവന്റെ കാര്യമെന്ന് പറഞ്ഞു. പഴയതും പുതിയതും എടുത്തു കൊടുക്കുന്ന ഒരു വീട്ടുടയവൻ എന്ന് മാത്രമല്ല പറഞ്ഞത്. 2 വാക്കുകൾ അതിനകത്തുണ്ടായിരുന്നു. ശിഷ്യനായി തീർന്ന ഏത് ശാസ്ത്രിയും. യേശു ഒരിക്കലും ആവശ്യമില്ലാത്തൊരു വാക്ക് ഉപയോഗിക്കുകയല്ല. കൃത്യമായിട്ടാണ് യേശു പലപ്പോഴും കാര്യങ്ങൾ പറയുന്നത്. വീട്ടുടയവൻ എന്ന് പറഞ്ഞപ്പം സാധാരണ വീട്ടുടയവൻ എന്ന് ധരിച്ചെങ്കിൽ തിരുത്തണം. കാരണം ഇവിടെ ഒരു ശാസ്ത്രിയെ കുറിച്ചാണ് പറയുന്നത്. സ്ക്രൈബ്. ആരാണ് ശാസ്ത്രി, എന്താണ് ശാസ്ത്രിയുടെ ജോലി എന്നൊക്കെ ചിന്തിക്കുമ്പോൾ നമ്മൾ പഴയ നിയമ കാലഘട്ടത്തിൽ ഒരുപാട് ശാസ്ത്രിമാരെ കാണുന്നില്ല. ആരെയും കാണുന്നില്ല എന്ന് പറയുന്നത് ശരിയല്ല. കാരണം എസ്രാ ശാസ്ത്രി നമ്മൾ കാണുന്നുണ്ട്. പ്രവാചകന്മാരിൽ നിന്ന് ശാസ്ത്രിമാരിലേക്കുള്ള രൂപാന്തരം എസ്രയിൽ കിടപ്പുണ്ട്. പക്ഷെ പിന്നീട് നമ്മൾ അവരെ കുറിച്ചൊന്നും കേൾക്കുന്നില്ല. ഇന്റർ ടെസ്റ്റ്മെന്റ് പീരീഡ് കഴിഞ്ഞിട്ട് പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ ശാസ്ത്രിമാരെ കാണുന്നു, സദൂക്യരെ കാണുന്നു, പരീശന്മാരെ കാണുന്നു. ഒരുപാട് കാര്യങ്ങൾ പുതുതായിട്ട് കാണുന്നുണ്ട്. ഇതൊന്നും പഴയ നിയമത്തിൽ വ്യാപകമായിട്ട് കാണുന്നതല്ല. അപ്പൊ ഈ ശാസ്ത്രിമാർ എന്ന് പറയുന്ന ആളുകളെ കുറിച്ചാണ് ഇവിടെ പരാമർശിക്കുന്നത്. ഒരു ശാസ്ത്രിയുടെ ഉത്തരവാദിത്വം എന്താണെന്ന് ചോദിച്ചാൽ ന്യായപ്രമാണം പരിശോധിച്ച് സത്യം കണ്ടെത്തുക എന്നുള്ളതാണ്. സ്ക്രൈബ് എന്ന് പറഞ്ഞാൽ പകർത്തി എഴുതുക. അന്ന് പ്രിന്റിംഗ് ഇല്ല, ഫോട്ടോസ്റ്റാറ്റ് ഇല്ല. എഴുത്തുകാരുടെ കാര്യം പറഞ്ഞതുപോലെ ആധാരം എഴുതുന്നവരൊക്കെ ഉണ്ടല്ലോ. അപ്പൊ ഇപ്പം ആധാരം എഴുതാൻ വളരെ എളുപ്പമാണ്. കാരണം കമ്പ്യൂട്ടറിലേക്ക് കൊടുത്തു കഴിഞ്ഞാൽ ആളുടെ പേരും സർവേ നമ്പറും ഒക്കെ മാറ്റിയിട്ടാൽ മതി. ബാക്കിയെല്ലാം ഏതാണ്ട് ഒരുപോലെ ഇരിക്കും. കുറച്ച് കാര്യങ്ങൾ മാറ്റിയാൽ മതി. പക്ഷെ പണ്ടങ്ങനല്ല. ഇത് വായിച്ച് എഴുതി പേപ്പർ കിട്ടണം, എഴുതണം. അതൊരു വലിയ ജോലിയായിരുന്നുള്ള കാര്യം ഓർക്കുക. അതുപോലെ പ്രിന്റിംഗ് ഒക്കെ കണ്ടുപിടിക്കുന്നതിന് മുമ്പ് ശാസ്ത്രിമാരാണ് ഇത് പകർത്തി എഴുതുകയും, പകർത്തി എഴുതുമ്പോൾ തന്നെ നമുക്കൊരു ആധാരം വായിച്ചാൽ മനസ്സിലാകുകയില്ല. പക്ഷെ ഒരു എഴുത്തുകാരനെ കാണിച്ചാൽ ഉടനെ വായിച്ചിട്ട് പറയും ഇതിന്റെ കുഴപ്പങ്ങൾ ഇവിടെയൊക്കെ ഉണ്ട്, അല്ലെങ്കിൽ ഇതിന് കുഴപ്പമില്ല, നിങ്ങൾക്ക് വാങ്ങാം എന്ന് പറയില്ല. നമ്മൾ ഉടനെ എങ്ങോട്ടാ പോകുന്നത്? ശരിക്കും രജിസ്ട്രാറോടാണ് ചോദിക്കേണ്ടത്.
രജിസ്ട്രാർ എടുക്കൽ എപ്പോഴും ഇത്ര ഫ്രീ അല്ലാത്തതുകൊണ്ട് നമുക്ക് ആക്സസ് ഉള്ളത് എഴുത്തുകാരുടെ അടുക്കലാണ്. അത് വായിക്കുമ്പോൾ തന്നെ അവർക്ക് അതിന്റെ എല്ലാ കാര്യങ്ങളും മനസ്സിലേക്ക് തെളിഞ്ഞു വരികയാണ്. ഇതാണല്ലോ ജോലി, എഴുതുക, വായിക്കുക, പറഞ്ഞു കൊടുക്കുക, വീണ്ടും എഴുതുക. അപ്പൊ ഇത് തന്നെയാണ് ഒരു ശാസ്ത്രി ചെയ്തിരുന്നത്. അപ്പൊ ശാസ്ത്രി ഇതിനകത്തുള്ള സത്യം കണ്ടുപിടിക്കണം. ഇത് പകർത്തി എഴുതുമ്പോൾ എന്താണ് വചനത്തിൽ പറഞ്ഞിരിക്കുന്നത് എന്നുള്ള കാര്യങ്ങൾ മനസ്സിലാക്കി ലേണിംഗ്, അത് തന്റെ ജീവിതത്തിൽ അനുവർത്തിക്കണം, അത് മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കണം. അല്ലെങ്കിൽ എല്ലാവർക്കും ബുക്കില്ല, ബുക്ക് കിട്ടാൻ വേണ്ടിയാണ് കുറച്ചെങ്കിലും പകർത്തി എഴുതുന്നത്. പകർത്തി എഴുതുമ്പോഴാണ് ഈ സത്യങ്ങളൊക്കെ ഗ്രഹിക്കാനായിട്ട് കഴിയുന്നത്. ഗ്രഹിച്ച കാര്യങ്ങൾ ജീവിതത്തിൽ പകർത്തിയിട്ട് ഇങ്ങനെ ജീവിക്കണം എന്ന് പറഞ്ഞു കൊടുക്കണം. അതാണ് ഒരു ശാസ്ത്രിയുടെ ഉത്തരവാദിത്വം. പക്ഷെ കാലക്രമേണ എന്താണ് സംഭവിച്ചതെന്ന് ചോദിച്ചാല്, ശാസ്ത്രിമാരൊരു ഉന്നത കുലജാതർ എന്ന് വേണമെങ്കിൽ പറയാം. ഒരു നോബിൾ ഗ്രൂപ്പാണ്. ജന്മം കൊണ്ടല്ല, തൊഴിലുകൊണ്ട് മറ്റവരെക്കാൾ കുറച്ചുകൂടെ ഉയർന്ന ഒരു നിലവാരത്തിൽ നിൽക്കുന്നവരാണ്. കാരണം അവർക്ക് ഇങ്ങനെ ഒരു ഭാഗ്യം ലഭിച്ചല്ലോ എന്ന് വേണമെങ്കിൽ നമുക്ക് ചിന്തിക്കാം. പക്ഷെ കുറച്ചു കഴിഞ്ഞപ്പോൾ അവര് പ്രവർത്തിച്ച രീതി നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ അവര് ന്യായപ്രമാണം കാത്തു സൂക്ഷിക്കുക എന്നുള്ളൊരു ജോലിയിലേക്ക് വന്നു. എഴുതി സൂക്ഷിച്ച് ഒരക്ഷരം പോലും പോകാതെ, ഒരു ലൈൻ പോലും വിട്ടുപോകാതെ ഇത് കൃത്യമായിട്ട് പകർത്തി എഴുതുക എന്നുള്ളൊരു ജോലിയിൽ മാത്രം അതിനുവേണ്ടിയുള്ളതാണ് ഇത്. അത് മോശമല്ല കാര്യമല്ല, നല്ല കാര്യമാണ്. പക്ഷെ അങ്ങനെ എഴുതി കൂട്ടി വെച്ചത് കൊണ്ട് മാത്രം വല്ല കാര്യമുണ്ടോ? എന്തെങ്കിലും മെറിറ്റുണ്ടോ? ഇല്ല. എഴുതി വെച്ച കാര്യങ്ങൾ ജീവിതത്തിൽ പ്രവർത്തിക്കുകയും അത് മറ്റുള്ളവർക്ക് കൊടുക്കുകയും വേണം. അതായത് എല്ലാം നമ്മുടെ തന്നെ ഇങ്ങനെ ഇരുന്നുകൊണ്ട് മാത്രം കാര്യമില്ല. പക്ഷെ ശാസ്ത്രിമാർക്ക് പറ്റിയ ഒരു വലിയ കുഴപ്പം എന്താണെന്ന് ചോദിച്ചാല്, അവര് ന്യായപ്രമാണം കാത്തു സൂക്ഷിക്കുവാൻ മാത്രമുള്ള ആളുകളാണ്, എന്നിട്ട് അടുത്തവർക്ക് കൈമാറേണ്ടവർ മാത്രമാണ് എന്നുള്ള ഒരു ചിന്ത വന്നപ്പോൾ അവര് ആത്മീയമായിട്ട് അധപ്പതിച്ചിട്ട് ഒരു അനാത്മീയ ക്ലിക്ക് എന്ന് വേണമെങ്കിൽ പറയാം. അനാത്മീയമായിട്ട് ഇതിന്റെ എല്ലാം കുത്തക ആളുകൾ ഞങ്ങളാണ്, ഞങ്ങളെ കൂടാതെ ആർക്കും ഈ വചനം കിട്ടുകയില്ല എന്നുള്ള. ഇപ്പൊ ഒരു കാലത്തില് നമുക്ക് പ്രിന്റിംഗ് ഒക്കെ ഇല്ലാതിരുന്ന സമയത്ത് അച്ഛന്മാരുടെ കയ്യിൽ അവിടെ ഇവിടെയൊക്കെ ഒരു ബൈബിൾ ഉണ്ടായിരുന്നുള്ളൂ, പ്രത്യേകിച്ച് കത്തോലിക്ക സഭയില്. അപ്പൊ അവർ പറയും ഞങ്ങളുടേലാണിത് മാത്രമേ ഉള്ളൂ, ഞങ്ങളാണിത് വായിച്ചിട്ടുള്ളൂ. അവൻ ജനങ്ങൾ തൊട്ട് വായിച്ചിട്ടുമില്ല. ഇത് അച്ഛന്മാരിത് ഇങ്ങനെ കയ്യിൽ വെച്ചുകൊണ്ടിരിക്കാനുള്ള ഒരു സാധനമാണോ? അല്ലെങ്കിൽ ശാസ്ത്രിമാരവരുടെ കയ്യിൽ മാത്രം വെച്ചുകൊണ്ടിരിക്കുക? കാലം മാറി നമ്മുടെ കയ്യിലൊക്കെ കിട്ടിയപ്പോഴാണ് നമുക്ക് മനസ്സിലായടാ, പള്ളിയിൽ അച്ഛൻ പറഞ്ഞൊന്നും ശരിയല്ലായിരുന്നു. ഇവിടെ ഇരിക്കുന്ന പലരും മാറിയത് തന്നെ അങ്ങനെ ആയിരിക്കും അല്ലേ? പള്ളിയിൽ പറഞ്ഞു കേട്ടതും അച്ഛൻ പ്രസംഗിച്ച് കേട്ടതും അല്ല പുസ്തകം വായിച്ചപ്പോൾ കണ്ടതെന്നുള്ളത് കൊണ്ടാണ് നമ്മള് അവിടുന്ന് വിട്ടുപോകുന്ന ഒരു സ്വതന്ത്രമായ നിലപാടെടുക്കാൻ, അല്ലെങ്കിൽ നമുക്ക് വചനം തന്ന വെളിപ്പാടിന്റെ അടിസ്ഥാനത്തിൽ ഒരു നിലപാടെടുക്കാൻ ഇടയായത്. അപ്പൊ ഇതിങ്ങനെ കയ്യിൽ വെച്ചുകൊണ്ടിരിക്കാനുള്ള ഒരു സാധനം അല്ല, ഒരിക്കലും അല്ല. ഇത് നമ്മൾ വായിച്ച് സാംശീകരിച്ച് നമ്മുടെ ജീവിതത്തിൽ അനുവർത്തിച്ച് മറ്റുള്ളവർക്ക് കൊടുക്കാനായിട്ട് ദൈവം അത്ഭുതമായിട്ട് ഇസ്രായേൽ മക്കളെ തെരഞ്ഞെടുത്തത് തന്നെ ദൈവത്തിന്റെ വചനം സ്വീകരിക്കാനായിട്ടാണ്. അതനുസരിച്ച് ജീവിച്ച് ഇത്ര ശ്രേഷ്ഠതയുള്ള ഒരു ജാതിയാണ് ഞങ്ങൾ എന്ന് കാണിക്കാനായിട്ടാണ്. ദൈവത്തിന്റെ നിയമങ്ങളിലെ കൽപ്പനകളൊക്കെ ലഭിച്ച ശ്രേഷ്ഠ ജാതി ഇതുപോലെ വേറെ ഏതാണുള്ളത്? അപ്പൊ അതൊരു വലിയ പ്രിവിലേജ് ആയിരുന്നു. പക്ഷെ അവരവിടെ ഫെയിൽ ചെയ്തു. അവിടെ തൊട്ട് തുടങ്ങിയതാണ്. അവരിതെല്ലാം ഇരിപ്പുണ്ടെങ്കിലും അതനുസരിച്ച് ജീവിച്ചില്ല, ദൈവത്തെ വിശ്വസിച്ചില്ല. ഇപ്പൊ ഡീജനറേഷൻ, അധപ്പതനം എന്ന് പറയുന്നത് എല്ലാ മേഖലകളിലും ഉണ്ട്. ഇസ്രായേൽ മക്കൾക്ക് ഉണ്ടായിരുന്നു, ശാസ്ത്രിമാർക്കും അധപ്പതനം, നമുക്കും ഈ അധപ്പതനം സംഭവിക്കുന്നുണ്ട്. നമ്മൾ ആത്മാർത്ഥമായിട്ട് നമ്മളെ ശോധന ചെയ്യുകയാണെങ്കിൽ ഈ അധപ്പതനം ഉണ്ടെന്നുള്ളത് സമ്മതിച്ചേ മതിയാവുള്ളൂ. വചനം കേൾക്കുന്നു, മീറ്റിങ്ങുകൾക്ക് പോകുന്നു, ഒരുപാട് കാര്യങ്ങൾ ഗ്രഹിക്കുന്നു. പക്ഷെ കേൾക്കുന്നതിന്റെ എത്ര ശതമാനം നമുക്ക് ജീവിതത്തിൽ പ്രായോഗികമായിട്ട് കൊണ്ടുവരാൻ പറ്റുന്നു എന്നുള്ളത് നമ്മൾ ശോധന ചെയ്യുന്നത് നല്ലതാണ്. ഞാനിപ്പോൾ ശാസ്ത്രിമാരെ കുറിച്ചാണ് പറഞ്ഞുകൊണ്ടിരുന്നത്. അപ്പൊ നമുക്കൂടെ പ്രയോജനമാകട്ടെ എന്ന് വിചാരിച്ച് നമ്മളെയും കൂടി കൊണ്ടുവന്നത് മാത്രമേ ഉള്ളൂ. അവര് എല്ലാം ഇങ്ങനെ സൂക്ഷിച്ചു വെക്കുന്ന, അക്ഷരത്തെറ്റ് വരാതെ മാത്രം സൂക്ഷിക്കുന്ന ഒരു ഗ്രൂപ്പായിട്ട് മാറിയപ്പോൾ അവര് അധപ്പതിച്ചു. അതുകൊണ്ടാണ് കർത്താവ് നിങ്ങൾക്ക് ഹാ കഷ്ടം എന്ന് പറയേണ്ടി വന്നില്ലേ? ശാസ്ത്രിമാരെ നിങ്ങൾക്ക് ഹാ കഷ്ടം, പരീശന്മാരെ നിങ്ങൾക്ക് ഹാ കഷ്ടം എന്ന് അവരോട് പറയേണ്ടി വന്നത്. അവര് അധപ്പതിച്ച് പോയി എന്നുള്ളത് കൊണ്ടാണ്, അവർക്ക് അതിന്റെ പ്രയോജനം എടുക്കാനായിട്ട് കഴിഞ്ഞില്ല എന്നുള്ളത് കൊണ്ടാണ്. ഒരു അൺസ്പിരിച്വൽ ക്ലിക്ക് എന്ന് വേണമെങ്കിൽ പറയാം. ഒരു അനാത്മീയമായിട്ടുള്ള സംഘമായിട്ട് ശാസ്ത്രിമാര് അധപ്പതിച്ചു. ജീവിക്കുന്ന സത്യങ്ങൾ ജീവിതാനുഭവത്തിൽ കൊണ്ടുവരുന്നതിന് പകരം നിർജീവമായിട്ടുള്ള ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും ഒക്കെ അതേപടി കാത്തു സൂക്ഷിക്കുക. അതുകൊണ്ടാണല്ലോ കർത്താവിന് അവരോട് ചോദിക്കേണ്ടി വന്നു, നിങ്ങൾ സമ്പ്രദായം കൊണ്ട് ദൈവകൽപ്പന ലംഘിക്കുന്നുവോ? അല്ലെ, അവര് കൈ കഴുകാതെ ഭക്ഷണം കഴിച്ചപ്പോഴും ശാസ്ത്രിമാര് ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. കഴുകിയിട്ടാണോ, കാല് കഴുകിയിട്ടാണോ കയറിയത്? കാരണം ഇതിൽ പറഞ്ഞിട്ടുണ്ട് കാല് കഴുകണം, കൈ കഴുകണം, നമ്മൾ വേർപാട് ആചരിക്കണം. അപ്പൊ പാപികളിലൂടെ ഭക്ഷണം കഴിച്ചോ, ചുങ്കക്കാരുടെ കഴിച്ചോ, ഇതൊക്കെ ഇങ്ങനെ അക്ഷരം വെച്ച് നോക്കിക്കൊണ്ടിരിക്കുകയാണ്. കർത്താവ്
അവരുടെ കൂടെയൊക്കെ ഭക്ഷണം കഴിച്ചു എന്ന് വെച്ചാൽ അവരെ ആരെങ്കിലും നേടാൻ കഴിയുമെങ്കിൽ നേടാൻ വേണ്ടിയാണ്. കാരണം മനുഷ്യപുത്രൻ വന്നത് പാപികളെ കാണാതെ പോയതിനെ തിരഞ്ഞു രക്ഷിക്കാനായിട്ടാണ്. കർത്താവ് പറഞ്ഞു, ഞാൻ നീതിമാന്മാരെ തേടിയല്ല പാപികളെ തേടിയാണ് വന്നത്. അവരെവിടെ ഉള്ളത് അവിടെ ചെന്ന് അവരെ രക്ഷയിലേക്ക് കൊണ്ടുവന്നെങ്കിലും ഒക്കെ ഉള്ളൂ. പക്ഷെ ഇപ്പൊ ഇവരന്നേരം ചെയ്യുന്നത് എന്താണ്? അത് മാത്രം നോക്കിയാൽ മതി. ഇവരെ ഉടനെ നോക്കിയിട്ട് പറയാണ്, യേശു ഒരു തെറ്റ് ചെയ്തു, യേശു വേർപാട് ആചരിച്ചില്ല, യേശു കൈ കഴുകിയില്ല, യേശു കാല് കഴുകിയില്ല. അപ്പൊ കർത്താവ് പറഞ്ഞു, കൈ കഴുകുന്നതല്ല പ്രധാനപ്പെട്ടത്, ഹൃദയത്തിന്റെ അകത്തുനിന്ന് വരുന്നതാണ്, അകത്തേക്ക് പോയതല്ല. അപ്പൊ അവര് ഈ അക്ഷരം മാത്രം ഇങ്ങനെ അക്ഷരത്തിന്റെ പ്രമാണം മാത്രം നോക്കിയിരുന്നപ്പോൾ ദേ സ്റ്റാർട്ടഡ് പ്രൊട്ടക്ടിങ് ദാറ്റ് ട്രഡീഷൻ. ഈ നിർജീവമായിട്ടുള്ള ആചാരങ്ങൾ സമ്പ്രദായങ്ങൾ സംരക്ഷിക്കുവാനായിട്ടുള്ള കുത്തക മുതലാളിമാര് പോലെ ഞങ്ങളുടെയിലാണ് ഇതെല്ലാം ഇരിക്കുന്നു എന്നുള്ള മട്ടില് അതിനെ നിയന്ത്രിക്കുന്ന ആളുകൾ മാത്രമായി. സോ ദേ വർ നോട്ട് ഏബിൾ ടു ടീച്ച് ലിവിങ് ട്രൂത്ത്. ദൈവത്തിന്റെ ജീവനുള്ള സത്യം എങ്ങനെയാണ് നമ്മൾ ഓരോരുത്തരും അനുവർത്തിക്കേണ്ടത് എന്നുള്ള കാര്യം പറയാനും പഠിപ്പിക്കാനും ശാസ്ത്രിമാര് വിട്ടുപോയി. അതവര് മനസ്സിലാക്കിയില്ല. അപ്പോഴാണ് അവർ അധപ്പതിച്ചു പോയി എന്ന് ഞാൻ പറഞ്ഞത്. എന്നിട്ട് അത് ആളുകൾ എങ്ങനെ ചെയ്യുന്നു എന്നുള്ളത് മാത്രമാണ് ഇവര് നോക്കിക്കൊണ്ട് ഇരിക്കുന്നത്. കർത്താവായ യേശുക്രിസ്തു അപ്പോഴാണ് അവരെ ഒരു തരത്തില് വിമർശിച്ചു എന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം. പരസ്യമായിട്ട് തന്നെ വിമർശിച്ചിട്ട് പറഞ്ഞു, നിങ്ങൾ ജനങ്ങളെ ആത്മീയ ബന്ധനത്തിലാക്കുകയാണ്, അവർക്ക് ആത്മീയ സ്വാതന്ത്ര്യം നൽകുന്നില്ല. അക്ഷരത്തിന്റെ ശുശ്രൂഷ എപ്പോഴും ഒരു ബന്ധനം ഉണ്ടാക്കുന്ന നിർജീവത ഉണ്ടാക്കുന്നതാണ്. പൗലോസ് അപ്പോസ്തലൻ അതിനെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട്, അക്ഷരത്തിന്റെ ശുശ്രൂഷയും ആത്മാവിന്റെ ശുശ്രൂഷയും. പക്ഷെ അക്ഷരം പിടിച്ചിങ്ങനെ നോക്കിയിട്ട് അത് മാത്രം നോക്കി, അതുകൊണ്ട് ഈ പുറമെ എന്തെങ്കിലും നമ്മൾ ചെയ്യുന്നത് കൊണ്ടോ കൈ കഴുകുന്നത് കൊണ്ടോ ഒന്നുമല്ല, വിശുദ്ധി ആന്തരികമാണ്. കർത്താവ് ഷർട്ടുകളെ അല്ല നോക്കുന്നത്, അല്ലെ? നമ്മൾ കഴിച്ച ഭക്ഷണത്തെ അല്ല നോക്കുന്നത്. ഭക്ഷണം നിന്നെ ദൈവത്തോട് അടുപ്പിക്കുന്നുമില്ല അകറ്റുന്നുമില്ല. അത് ഒന്നും ഒരു പ്രാധാന്യം ഇല്ലെന്നല്ല പറയുന്നത്, പ്രാധാന്യമുണ്ട്. പക്ഷെ കൊടുക്കേണ്ടതിൽ കൂടുതൽ പ്രാധാന്യം കൊടുക്കുമ്പോൾ അത് അനാത്മീയമായിട്ട് മാറും. അതുകൊണ്ട് ഇവരെ ഈ ജനങ്ങളെ ഒരു ആത്മീയ ബന്ധനത്തിൽ സ്പിരിച്വൽ ബോണ്ടേജിലേക്ക് ഇവര് തള്ളിവിടുക ചെയ്തത്. എല്ലാം ഇങ്ങനെ നമ്മള് ഭൂതക്കണ്ണാടി വെച്ച് നോക്കുന്നത് പോലെ എവിടെ തെറ്റു വന്നു ഇവിടെ തെറ്റു വന്നു അതായിട്ട് മാറി. ശാസ്ത്രിമാരുടെ ജോലി ആത്മീയ സ്വാതന്ത്ര്യം കൊടുത്തിട്ട് ആത്മീയ ജീവനിലേക്കും ആത്മീയ സത്യങ്ങളിലേക്കും അവരെ മുന്നോട്ട് വിടേണ്ടതായിരുന്നു. അതവർ ചെയ്യാതെ വന്നപ്പോഴാണ് കർത്താവിനെ അവരെ നിശ്ചിതമായിട്ട് വിമർശിക്കേണ്ടി വന്നത്. ഒരു പ്രത്യേക ഭാഗം നമുക്ക് നോക്കുന്നത് നല്ലതാണ്. യേശു അവരെ വിമർശിക്കുന്നത് ലൂക്കോസിന്റെ സുവിശേഷം 11-ാം അധ്യായത്തിന്റെ 46-ാം വാക്യം മുതൽ 52-ാം വാക്യം വരെ വായിക്കണം. ലൂക്കോസിന്റെ സുവിശേഷം 11-ാം അധ്യായം 46-ാം വാക്യം മുതൽ 52-ാം വാക്യം വരെ. അതായത് പ്രസക്തമായത് മാത്രം ഞാൻ വായിച്ചു കേൾപ്പിക്കാം. അതിനവൻ പറഞ്ഞത്, ന്യായശാസ്ത്രിമാരെ നിങ്ങൾക്കും അയ്യോ കഷ്ടം. അപ്പൊ അതിന് മുകളിൽ വേറെ ഇതിനെ കുറിച്ച് പറയുന്നുണ്ട്. നിങ്ങൾക്കും അയ്യോ കഷ്ടം, എടുപ്പാൻ പ്രയാസമുള്ള ചുമടുകളെ നിങ്ങൾ മനുഷ്യരെ കൊണ്ട് ചുമപ്പിക്കുന്നു, നിങ്ങൾ ഒരു വിരൽ കൊണ്ടുപോലും ആ ചുമടുകളെ തൊടുന്നില്ല, നിങ്ങൾക്ക് അയ്യോ കഷ്ടം. എന്നിട്ട് 52-ാം വാക്യത്തിൽ, ന്യായശാസ്ത്രിമാരായ നിങ്ങൾക്ക് അയ്യോ കഷ്ടം, നിങ്ങൾ പരിജ്ഞാനത്തിന്റെ താക്കോൽ എടുത്തു കളഞ്ഞു, നിങ്ങൾ തന്നെ കടന്നില്ല, കടക്കുന്നവരെ തടുത്തും കളഞ്ഞു. അതാണ് ഏറ്റവും വലിയ ആരോപണം, അല്ലെങ്കിൽ കർത്താവ് കണ്ടുപിടിച്ച ഏറ്റവും വലിയ കുഴപ്പം അതാണ്. ശാസ്ത്രിമാരോട് പറഞ്ഞു, നിങ്ങൾക്ക് അയ്യോ കഷ്ടം. എന്താ കാര്യം? നിങ്ങൾ പരിജ്ഞാനത്തിന്റെ താക്കോൽ എടുത്തു കളഞ്ഞു, നിങ്ങൾ കടക്കുന്നില്ല, കടക്കുന്നവരെ തടുത്തും. അപ്പൊ ആത്മീയ സ്വാതന്ത്ര്യം നിങ്ങൾ അനുഭവിക്കുന്നില്ല. ആ സ്വാതന്ത്ര്യം ആരെങ്കിലും അനുഭവിക്കാൻ വിചാരിച്ചാൽ അവരെയും നിങ്ങൾ തടുത്തു കളയുക. നിങ്ങൾ ബന്ധനത്തിലാണ്, നിങ്ങൾ മറ്റുള്ളവരെയും ബന്ധനത്തിലേക്ക് ആക്കുന്നു. നിങ്ങൾ സ്വതന്ത്രരാകണം, മറ്റുള്ളവർക്കും സ്വാതന്ത്ര്യം കൊടുക്കണം എന്നാണ് കർത്താവ് പറയുന്നത്. അവര് പഴമയെ പൂജിച്ചു, റെവേർഡ് ദ പാസ്റ്റ്. പഴയ കാര്യങ്ങൾ എഴുതി കിട്ടിയ അക്ഷരത്തെ എല്ലാവരും എന്ത് ചെയ്തു? ആരാധിച്ചു, അതിനെല്ലാം പൂജിച്ചു. എന്നാൽ പുതുമയെ കർത്താവ് പുതിയ കാര്യങ്ങൾ കൊണ്ട് വരികയാണ്. കാരണം പുതിയതിനും പ്രസക്തിയുണ്ട്. അതുകൊണ്ടാണല്ലോ വീട്ടുടയവൻ എന്ത് ചെയ്യണമെന്ന് പറഞ്ഞത്? പഴയതും പുതിയതും എടുത്തു കൊടുക്കുന്ന ഒരു ശാസ്ത്രി. ഒരു ശാസ്ത്രിയെ കുറിച്ച് ഉദ്ദേശിച്ചിരുന്നത് പഴയതും പുതിയതും. ഓരോ കാലഘട്ടത്തിലും ദൈവത്തിന്റെ ആലോചന എന്താണെന്നുള്ളത് ദൈവ വചനത്തിനകത്തുണ്ട്. ദാവീദിനെ കുറിച്ച് പറയുന്നത് തന്റെ തലമുറയിൽ ദൈവത്തിന്റെ ആലോചനയ്ക്ക് ശുശ്രൂഷ ചെയ്തതിനു ശേഷം. ഈ എഴുതി തന്ന വചനം അങ്ങനെ തന്നെ അക്ഷരം പ്രതി ഇരിക്കാനല്ല. 103-ാം സങ്കീർത്തനത്തിൽ നാം വായിക്കുന്നുണ്ട്, വചനത്തിന്റെ ശബ്ദം കേട്ട്. ദ വേർഡ് ഹാസ് എ വോയിസ്. ഈ വചനത്തിനൊരു ശബ്ദമുണ്ട്. അത് ഓരോ സന്ദർഭത്തിലും ഏത് തരത്തിലാണ് നമ്മൾ പ്രവർത്തിക്കേണ്ടതെന്നുള്ളത് ഈ വചനം നമ്മളോട് സംസാരിച്ചുകൊണ്ടിരിക്കും. അത് കേൾക്കണം. അത് കേട്ടിട്ടാണ് നമ്മൾ സ്വാതന്ത്ര്യത്തിലേക്ക് വരേണ്ടത്. ഇല്ല, അങ്ങനെയില്ല, ഇത് റിജിഡാണ്. അതിന്റെ അർത്ഥം വചനത്തിനൊരു പ്രസക്തിയില്ല, വചനം എങ്ങനെയും വ്യാഖ്യാനിക്കാമെന്നല്ല. അങ്ങനെ നിങ്ങൾ തെറ്റിദ്ധരിക്കരുത്. നിങ്ങൾ കറക്റ്റായിട്ട് അത് മനസ്സിലാക്കുന്നു എന്ന് ഞാൻ കരുതുന്നു. അക്ഷരത്തിന്റെ പ്രമാണത്തിൽ ഇരുന്ന്
ഇത് ഓരോന്നും അക്ഷരം പ്രതി പ്രമാണിക്കുക എന്നുള്ളതിൽ മാത്രം അവര് പിടിച്ചു വന്നു. അതാണ് ദ റിവേർഡ് ദ പാസ്റ്റ്. പഴമയെ അവർ പൂജിച്ചു, അതിനെ ആരാധിച്ചു. അതാണ് ഏറ്റവും കേമം എന്നവര് പറഞ്ഞു. അപ്പോൾ അവർക്ക് സംഭവിച്ച ഒരു കാര്യം എന്താണെന്ന് ചോദിച്ചാൽ ദ ഇഗ്നോർഡ് ഗോഡ്സ് ലെസൺസ് ഇൻ ദ പ്രസന്റ്. ഇപ്പോൾ വർത്തമാനകാലത്തിൽ എന്താണ് നമ്മൾ ചെയ്യേണ്ടതെന്നുള്ളത്, ഉദാഹരണത്തിന് കർത്താവിന്റെ കാര്യം തന്നെ എടുത്താൽ മതി. വർത്തമാനകാലത്തിൽ നമ്മൾ പാപികളോടും ചുങ്കക്കാരോടും ഒക്കെ കാണാതെ പോയതിനെ പോയി തെരഞ്ഞ് രക്ഷിക്കണമായിരുന്നു. അതല്ലേ കർത്താവ് കാണിച്ചത്. അല്ലാതെ ഇത് അക്ഷരത്തിൽ ഇങ്ങനാണ് എന്ന് പറഞ്ഞിട്ട് അവരെ ഇഗ്നോർ ചെയ്യുകയല്ല വേണ്ടിയിരുന്നത്. ഈ കാലഘട്ടത്തിൽ അവരെ കരകയറ്റാനായിട്ട് അവര് ഭാരപ്പെട്ടിരിക്കുകയാണ്. എന്ത് തിന്നും, എന്ത് കുടിക്കും, അതിനെക്കുറിച്ചൊക്കെ അവർ ദുഃഖിച്ചും ഭാരപ്പെട്ടും അവര് ഒരു അടിമത്തത്തിന്റെ കീഴിലാണ്. റോമ സാമ്രാജ്യം അവരെ ഭരിച്ചുകൊണ്ടിരിക്കുകയാണ്. അവർക്ക് ഒരുപാട് ഭയാശങ്കകളൊക്കെ ഉണ്ട്. അപ്പൊ അതിന്റെ നടുവിൽ നിങ്ങൾക്ക് വേണ്ടി കരുതുന്ന ഒരു ദൈവം ഉണ്ടെന്ന് പറയാനായിട്ടാണ് യേശു വന്നത്. അതാ യേശു വന്നിട്ട് പറഞ്ഞു, നിങ്ങൾ മുമ്പേ അവന്റെ രാജ്യവും നീതിയും അന്വേഷിക്കണം, അതോടുകൂടി ഇതെല്ലാം നിങ്ങൾക്ക് ലഭിക്കും, ഇതെല്ലാം നിങ്ങൾക്ക് ആവശ്യമെന്ന് നിങ്ങളുടെ പിതാവ്. അപ്പൊ ഇതിനെല്ലാം മറ്റവരെങ്ങനെ കണ്ടത്? അത് ഒരു വിമർശന ബുദ്ധിയല്ല കാണുന്നത്. എന്നിട്ട് പറഞ്ഞു, ഇല്ല അങ്ങനെയൊന്നും പറയാൻ ഒക്കെയല്ല. ഇവര് പറയുന്നത് ഗ്രാമറും സ്പെല്ലിങ്ങുമാണ്. നിങ്ങൾ ഉച്ചരിച്ചത് ശരിയായില്ല, പറഞ്ഞത് ശരിയായില്ല. ഒരാൾ ഒരിക്കലിനോട് പറഞ്ഞു, പ്രാർത്ഥിക്കുമ്പോ ഒക്കെ പിതാവേ എന്ന് പറഞ്ഞു മാത്രമേ പ്രാർത്ഥിക്കാൻ പാടുള്ളൂ, അങ്ങനെയാണ് യേശു പഠിപ്പിച്ചത്. ഞാൻ പറഞ്ഞു ശരിയാ, പക്ഷെ ഞാൻ പുതിയ നിയമത്തിൽ നോക്കിയപ്പം അല്ലാതെയും കാണുന്നുണ്ട്. ശിഷ്യന്മാര് സ്വർഗത്തിനും ഭൂമിക്കും നാഥനായുള്ളവേ എന്ന് വിളിച്ച് പ്രാർത്ഥിച്ചില്ലേ? ആഫ്രിക്കയിൽ ഒരാള് രക്ഷിക്കപ്പെട്ടു, അദ്ദേഹത്തിന് എങ്ങനെ വിളിപ്പാറില്ല, മിസ്റ്റർ ക്രിയേറ്റർ ഗോഡ് എന്ന് പറഞ്ഞ അദ്ദേഹം പ്രാർത്ഥിച്ചത്. അപ്പൊ കർത്താവ്, എടാ അങ്ങനല്ല വിളിക്കേണ്ടത്, എന്നെ പിതാവെന്ന് വിളിക്കണം, ഇല്ലെങ്കിൽ നിന്നെ ഞാൻ തട്ടിക്കളയും എന്ന് പറഞ്ഞു കാണുമോ? സാധ്യതയില്ല. ഈ അക്ഷരത്തിന്റെ കാര്യം നിങ്ങൾക്ക് മനസ്സിലായി ഞാൻ വിചാരിക്കുകയാണ്. അപ്പൊ ഈ ശാസ്ത്രിമാര് പുതുമയിലേക്ക് വരാതെ ആധുനിക കാലഘട്ടത്തിൽ ദൈവം എങ്ങനെയാണ് പ്രവർത്തിക്കുന്നത്, ദൈവപുത്രൻ തന്നെ അവരോട് നിൽക്കുന്നു, അത് മനസ്സിലാക്കാതെ ഈ പഴമയെ പൂജിച്ച് അക്ഷരത്തിൽ തന്നെ പിടിച്ചു നിൽക്കാൻ ശ്രമിച്ചപ്പോൾ കർത്താവ് പറഞ്ഞു കൊടുക്കുകയാണ്, പഴയതും പുതിയതും എടുത്തു കൊടുക്കുന്ന ശാസ്ത്രിയായ ഒരു വീട്ടുടയവൻ. അതാണ് നമുക്ക് വേണ്ടത്. അല്ലാതെ ഏതെങ്കിലും ഒരെണ്ണത്തെ മാത്രം പിടിച്ചുകൊണ്ട് ഇരിക്കുകയല്ല വേണ്ടത്. ഇപ്പൊ നമ്മൾ വായിച്ച വാക്യം ഓർക്കുകയാണെങ്കിൽ, പാപികൾക്ക് രക്ഷയുടെ വാതിൽ അടച്ച് കളയുകയാണ്. നിങ്ങൾ എന്തായിരുന്നു ചെയ്യേണ്ടിയിരുന്നത്? വാതിൽ തുറന്നു കൊടുക്കുകയായിരുന്നു ചെയ്യേണ്ടത്, അല്ലെ? ഇവരും കടന്നില്ല, കടക്കാൻ വന്നവരെ തടുത്തു കളയുകയും ചെയ്തു. പിന്നെയും കർത്താവ് പറഞ്ഞല്ലോ, നിങ്ങൾ ഒരുത്തനെ മതത്തിൽ ചേർക്കാനായിട്ട് കരയും കടലും താണ്ടി നടക്കുന്നു, ചേർന്ന ശേഷം അവനെ ഇരുത്തി നരകത്തിന് യോഗ്യനാക്കുന്നു. അതെങ്ങനെ? ഈ പ്രമാണങ്ങൾ പറഞ്ഞു പറഞ്ഞാണ് ഈ പറ്റിച്ചു കളയുന്നത്. അപ്പൊ അതുകൊണ്ട് ഒന്നാമത്തെ ഉത്തരവാദിത്വം എന്താണെന്ന് ചോദിച്ചാൽ ലേണിംഗ് ദ ട്രൂത്ത്. ദൈവം എങ്ങനെ പ്രവർത്തിക്കുന്നത് ഓരോ സന്ദർഭത്തിലും എന്നുള്ളത് വചനത്തിന്റെ അടിസ്ഥാനത്തിൽ മനസ്സിലാക്കി ദൈവത്തിന്റെ കൂടെ ചേർന്ന് നിന്ന് പ്രവർത്തിക്കുവാനായിട്ട്, അനേകരെ രക്ഷയിലേക്ക് ഓറിയന്റ് ചെയ്യുന്നതിനായിട്ട്, വാതിൽ തുറന്നു കൊടുക്കുന്നതിനായിട്ട് നമ്മളും കയറണം, അനേകരെ കയറ്റുകയും ചെയ്യണം. അങ്ങനെ ഇരിക്കണമെന്നുണ്ടെങ്കിൽ നാം വചനം പഠിക്കണം, വചനം ഗ്രഹിക്കണം. 3 സത്യങ്ങളാണല്ലോ പറഞ്ഞത്, ഓർക്കുന്നുണ്ടോ? ഒന്നാമത്തേത് റെസ്പോൺസിബിലിറ്റി ഓഫ് ലേണിംഗ്. അങ്ങനെ ലേൺ ചെയ്യുന്നില്ലെങ്കിൽ നിങ്ങൾ കുരുടന്മാരായ വഴികാട്ടികൾ. അങ്ങനെയും കർത്താവ് പറഞ്ഞു, ദേ ബിക്കെയിം ബ്ലൈൻഡ് ലീഡേഴ്സ്, അല്ലെ? കുരുടന്മാരായ വഴികാട്ടികൾ. കുരുടനെ വഴി കാണിക്കുന്നത് പോലെയാണ്. നിങ്ങൾക്ക് തന്നെ കണ്ണു തുറന്നു കിട്ടിയിട്ടില്ല, എന്നിട്ട് നിങ്ങൾ മറ്റുള്ളവരോട് ഇങ്ങനെയാണ് നടക്കേണ്ടത് എന്ന് പറയുന്നു. അപ്പൊ അതുകൊണ്ട് സംഭവിച്ച ഒരു പ്രധാനപ്പെട്ട കാര്യം എന്താണെന്ന് ചോദിച്ചാല്, ഈ ശാസ്ത്രി യേശുക്രിസ്തു വന്നു കഴിഞ്ഞപ്പോൾ ശിഷ്യനാകണമായിരുന്നു. മത്തായി സുവിശേഷം 13:52. ഇതെല്ലാം ഗ്രഹിച്ചുവോ എന്നതിന് അവർ എന്ന് പറഞ്ഞു. അവൻ അവരോട്, അതുകൊണ്ട് സ്വർഗരാജ്യത്തിന് ശിഷ്യനായി തീർന്ന ഏത് ശാസ്ത്രിയും. ഇപ്പോഴത്തെ ശാസ്ത്രിക്ക് എന്താ പറ്റിയത്? സ്വർഗരാജ്യത്തിന് ശിഷ്യനായിട്ടില്ല, അവൻ എപ്പോഴും ഈ അക്ഷരത്തിന്റെ പ്രമാണം വെച്ചുകൊണ്ടിരിക്കുകയാണ്. സ്വർഗരാജ്യത്തിന് ശിഷ്യനായി തീർന്ന ഏത് ശാസ്ത്രിയും തന്റെ നിക്ഷേപത്തിൽ നിന്ന് പുതിയതും പഴയതും എടുത്തു കൊടുക്കുന്ന ഒരു വീട്ടുടയവനോട് സദൃശനാകുന്നു. സോ എ സ്ക്രൈബ് ഹാഡ് ടു ബിക്കം എ ഡിസൈപ്പിൾ. ഒരു ശിഷ്യനായിട്ട് മാറേണ്ടതായിരുന്നു. അവൻ കർത്താവ് പറഞ്ഞ അങ്ങനെ പോയി എല്ലാവരെയും ശിഷ്യരാക്കിക്കൊള്ളുവി എന്നാ പറഞ്ഞത്. കർത്താവ് ശിഷ്യരാക്കാനായിട്ടാണ് വന്നത്. ഡിസൈപ്പിൾഷിപ്പ് എന്ന് പറയുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യമാണ്. ഇപ്പൊ സ്ക്രൈബ് അല്ലെങ്കിൽ ശാസ്ത്രിമാര് ഡിസൈപ്പിൾസ് ആകാൻ വിസമ്മതിച്ചു. ഡിസൈപ്പിൾ എന്ന് പറഞ്ഞാൽ എന്താ? ഈ മാസ്റ്റർ കാണിക്കുന്നത് മനസ്സിലാക്കി പഠിച്ചുകൊണ്ടേയിരിക്കുന്ന ഒരാളാണ്. വിശ്വാസികൾ എന്ന് പറയുന്നത് നമ്മളുടെ പഠിത്തം എപ്പോഴാണ് തീരുന്നത്? പഠിത്തം തീരുന്നില്ല, അല്ല. പക്ഷെ പലരും പഠിച്ചു തീർന്നു എന്ന് വിചാരിച്ചിട്ടാണ് ഇരിക്കുന്നത്. പഠിച്ചു കഴിഞ്ഞു, ഇനിയിപ്പോ എന്താ പഠിക്കാനുള്ളത്? ബൈബിൾ എത്ര പ്രാവശ്യം വായിച്ചു, ഇനി എന്താ വായിക്കേണ്ടത്? ചിലർ അങ്ങനെ ചോദിക്കാറുണ്ട്. ഞാനിപ്പോ 10-20 പ്രാവശ്യമായി വായിക്കുന്നു, ഇനി എങ്ങനെ വായിക്കണ്ടേ? ഇനിയും വായിച്ചതുപോലെ തന്നെ വീണ്ടും വായിക്കണം. അപ്പം പരിശുദ്ധാത്മാവുണ്ട്, ഇതൊരു ലിവിങ് ബുക്കാണ്. വീണ്ടും വീണ്ടും പുതിയ കാര്യങ്ങൾ ഇതിനകത്ത് നിന്ന് വെളിപ്പെടുത്തി തന്നുകൊണ്ടേയിരിക്കും. നമ്മള് ഒരു പ്രാവശ്യം പഠിപ്പിച്ച കാര്യം പിന്നെ പഠിപ്പിക്കുമ്പോൾ വേറൊരു കാര്യമാണ് ദൈവം വെളിപ്പെടുത്തി തരുന്നത്.
എന്റെ അനുഭവത്തിൽ എന്ന് പറയുകയാണെങ്കിൽ ബൈബിൾ സർവേ 2-3 കോഴ്സുകൾ നടത്തിയിട്ടുണ്ട്. ഇതിൽ 3ലും അറ്റൻഡ് ചെയ്ത ഒരാൾ പറഞ്ഞു, ആദ്യം പറഞ്ഞല്ലോ ഇപ്പൊ പറയുന്നതെന്നാ പറഞ്ഞത്. എന്ന് പറഞ്ഞാൽ ഉപദേശം തെറ്റിച്ചെന്നല്ല പറയുന്നത്, ബേസിക്സ് ഒക്കെ ശരിയായിരിക്കും. പക്ഷെ നമുക്ക് ഇതിനകത്ത് കൂടുതൽ ഉൾക്കാഴ്ചകൾ ലഭിക്കുമ്പോൾ ആ പുതിയ ഉൾക്കാഴ്ചകൾ കൂടുതൽ കൂടുതൽ കിട്ടുന്നത് നമ്മളൊരു ശിഷ്യനാകുന്നത് കൊണ്ടാണ്. സോ ഒരു ശാസ്ത്രി ആരാകണമായിരുന്നു? ഒരു ശിഷ്യനാകണമായിരുന്നു. അപ്പൊ അതാണ് റെസ്പോൺസിബിലിറ്റി ഓഫ് ലേണിംഗ് എന്ന് പറയുന്നത്. പഠിച്ച് ശിഷ്യത്വത്തിലേക്ക് വരണമായിരുന്നു. നമുക്കൊരു വാക്യം കൂടെ യേശു കർത്താവ് ഇവരെ വഴക്ക് പറഞ്ഞത് അല്ലെങ്കിൽ ഇവരെ പരിഹസിച്ചത് മത്തായി 23-ാം അധ്യായത്തിൽ നിന്ന് വായിക്കുകയാണെങ്കിൽ ഈ പഴയതും പുതിയതും എന്നുള്ളത് ഒന്നുകൂടെ മനസ്സിലാക്കാനായിട്ട് സാധിക്കും. മത്തായി 23-ന്റെ 23-ഉം 24-ഉം 23-ന്റെ 23-ഉം 24-ഉം കപടഭക്തിക്കാരായ ശാസ്ത്രിമാരും പരീശന്മാരുമായുള്ളവരെ, നിങ്ങൾക്ക് കഷ്ടം. നിങ്ങൾ തുളസി, ചതകുപ്പ, ജീരകം ഇവയിൽ പതാരം കൊടുക്കുകയും. പഴയ കാര്യം കേട്ടോ. ഇനി പുതിയത് നോക്കണം. ന്യായം, കരുണ, വിശ്വസ്തത, ഇങ്ങനെ ന്യായപ്രമാണത്തിൽ ഘനമേറിയവ ത്യജിച്ചു കളയുകയും ചെയ്യുന്നു. ഓൾഡ് ആൻഡ് ന്യൂ. അതായത് കർത്താവ് പറഞ്ഞു കൊടുത്തൊരു കാര്യമാണ്, അല്ലെങ്കിൽ വചനത്തിൽ പറഞ്ഞു കൊടുത്ത ഒരു കാര്യമാണ്, നിങ്ങൾ ദശാംശം കൊടുക്കണം. അപ്പൊ അത് ജീരകത്തിന്റെ ആണെങ്കിലും കൊടുക്കണം, തുളസിയുടെ ആണെങ്കിലും കൊടുക്കണം, ചതകുപ്പ. അപ്പൊ ഇവര് നോക്കിക്കൊണ്ടിരിക്കുന്നത് എന്താണ്? ജീരകം എണ്ണി 10-1 കൊണ്ടുവന്നോ എന്നുള്ളതാണ് നോക്കുന്നത്, അല്ലെ? അപ്പൊ അത് എണ്ണാൻ തന്നെ ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് കുറച്ച് വാരി കൊടുത്തു കാണും. അങ്ങനെ പറ്റത്തില്ല, അത് എണ്ണണം. 10-1 ആണെങ്കിൽ എന്ത് ചെയ്യണം? അത് കൃത്യമായിട്ട് എണ്ണണം. അപ്പൊ ജീരകം എണ്ണാൻ എത്ര സമയം എടുത്ത് കാണുമെന്ന് സഹോദരിമാരോട് ചോദിച്ചാൽ ചിലപ്പോൾ അറിയാമായിരിക്കും. ഇവര് ആണുങ്ങൾ കണ്ടിട്ടുണ്ടോന്ന് അറിയാൻ പാടില്ല. അപ്പൊ ഇതാണ് പറഞ്ഞത്, നിങ്ങൾക്ക് കഷ്ടം. നിങ്ങൾ തുളസി, ചതകുപ്പ, ജീരകം ഇവയിൽ കൃത്യമായിട്ട് എണ്ണി പതാരം കൊടുക്കുന്നു. അത് പഴയൊരു പ്രമാണമാണ്. കർത്താവ് പഠിപ്പിക്കുന്ന പ്രമാണം എന്താണെന്ന് ചോദിച്ചാല് ന്യായം, കരുണ, വിശ്വസ്തത. ഇതാണ് ന്യായപ്രമാണത്തിൽ ഘനമേറിയത്. അപ്പൊ ഘനം കുറഞ്ഞത് ഏതാ, ഘനമേറിയത് ഏതാ എന്നുള്ളത് കാണാൻ ഇവർക്ക്, അവരെ പോലെ ചിലപ്പോൾ നമുക്ക് സംഭവിക്കാറുണ്ട്. കവറൊക്കെ കൊടുത്തിട്ട് അതിന്റെ പുറത്ത് DA എത്രയാണ്, ബേസിക് എത്രയാണ്. ഇൻകം ടാക്സുകാർ ചോദിച്ചാൽ പോലും തട്ടിപ്പ് പറയുന്ന ആളുകളാണ്. പിന്നെ പള്ളിയിലെ പാസ്റ്റർ ചോദിച്ചാൽ പറയുമോ? ഈ പ്രമാണങ്ങൾ എന്തിനാ കർത്താവ് തന്നതെന്ന് ചോദിച്ചാൽ ഈ കൃത്യം 10 കൊടുക്കാവൂ എന്നുള്ളത് പറയാൻ വേണ്ടിയല്ല. അത് കൂടുതൽ കൊടുത്താൽ കർത്താവ് പിണങ്ങി പോകും എന്നൊന്നും നമ്മൾ കണക്കൊക്കെ നോക്കുകയാണെങ്കിൽ 10 അല്ല, അത് കൂടുതൽ കൊടുക്കണം. 10 കൊടുക്കണം. പിന്നെ ഇതെല്ലാത്തിനകത്തും എങ്ങനെയാണ്? നിങ്ങൾ സന്തോഷത്തോടെ കൊടുക്കണം, പ്രാപ്തി പോലെ കൊടുക്കണം. ഇതെല്ലാം പുതിയ നിയമത്തിലില്ലേ? അപ്പം ഈ പഴയതാണോ പുതിയതാണോ എടുക്കേണ്ടത്? 10 കൊടുക്കേണ്ടത്? അല്ല, പഴയതും പുതിയതും വേണം. ഇങ്ങനെ ന്യായപ്രമാണത്തിൽ ഘനമേറിയത് ത്യജിച്ചു കളയുകയും ചെയ്യുന്നു. അത് ചെയ്യുകയും ഇത് ത്യജിക്കാതിരിക്കുകയും വേണം. അദ്ദേഹം പറഞ്ഞ ദശാംശം കൊടുക്കുകയും വേണം, എന്നാൽ അതിനകത്ത് ന്യായവും കരുണയും ഒക്കെ വേണം. ഒരു വിട്ടുവീഴ്ച മനോഭാവമൊക്കെ വേണം. എന്നിട്ട് പറഞ്ഞു, കുരുടന്മാരായ വഴികാട്ടികളെ, ഇനിയത്തേതാണ് ഭയങ്കരം, നിങ്ങൾ കൊതുകിനെ അരിച്ചെടുക്കുകയും ഒട്ടകത്തെ വിഴുകി കളയുകയും ചെയ്യുന്നു. ലേണിംഗ് ഇല്ല. നിങ്ങൾ വേണ്ട പോലെ കാര്യങ്ങൾ ഗ്രഹിക്കുന്നില്ല. അത് ഗ്രഹിക്കേണ്ടതായിരുന്നു. സോ റെസ്പോൺസിബിലിറ്റി ഓഫ് ലേണിംഗ് നമ്മുടെ ഒരു പ്രധാനപ്പെട്ട ഉത്തരവാദിത്വമാണ്. പഠിക്കാനുള്ള ഉത്തരവാദിത്വം. പഴയതും പുതിയതും രണ്ടും ചേർത്ത് എങ്ങനെയാണ് ദൈവം സംസാരിക്കുന്നത്, ഇടപെടുന്നതെന്ന് ശാസ്ത്രിമാര് പഠിക്കാൻ ഫെയിൽ ചെയ്തു. നമ്മളെങ്കിലും പഠിക്കണം. ശാസ്ത്രി ശിഷ്യനായി തീരണം. ആ ചെറിയ ഉപമയ്ക്കകത്ത് എല്ലാം ഉണ്ടായിരുന്നു. അവൻ അവരോട് സ്വർഗരാജ്യത്തിന് ശിഷ്യനായി തീർന്ന ഏത് ശാസ്ത്രിയും. സ്വർഗരാജ്യത്തിന് ശിഷ്യനായി എന്ന് പറയുമ്പോൾ തന്നെ അദ്ദേഹം വീണ്ടും സ്ക്രൈബായിട്ടിരിക്കുകയാണ്, ഡിസൈപ്പിൾ ആകുന്നില്ല എന്ന്. ഇനി ശാസ്ത്രിയാണെന്നും പറഞ്ഞ് പഴയ അക്ഷരം നോക്കിയിരിക്കണ്ട, ഈ പുതിയ കർത്താവിന്റെ ശിഷ്യനായിട്ട് മാറണം. അപ്പോൾ പഴയതെല്ലാം അപ്രസക്തമായോ? അല്ല. പഴയ നിയമം പുതിയ നിയമം നമുക്ക് വേണം. ഈ പഴയ നിയമം അങ്ങനെ അല്ലായിരുന്നു, അത് വേണ്ടായിരുന്നു എന്ന് പറയുന്ന ആളുകളുണ്ട്. പക്ഷെ പുതിയ നിയമം തുടങ്ങുന്നത് തന്നെ എങ്ങനെ? അബ്രഹാമിന്റെ മകനായി അങ്ങനെ തുടങ്ങുന്നത്. അപ്പൊ ഇതാണ് ഈ അബ്രഹാം. പഴയ നിയമത്തിൽ പോയെങ്കിൽ അബ്രഹാം ആരാണെന്ന് മനസ്സിലാവുള്ളൂ. അപ്പൊ പഴയതും പുതിയതും നമുക്ക് വേണം. രണ്ടും പരസ്പര പൂരകങ്ങളാണ്. ഇത് എങ്ങനെയാണ് ഉപയോഗിക്കേണ്ടതെന്നുള്ളത് മനസ്സിലാകാതെ വരുമ്പോഴാണ് നമുക്ക് പഴയതും വേണം പുതിയതും വേണം. ശാസ്ത്രി ആരായി മാറുകയും വേണം, ശിഷ്യനായി മാറുകയും വേണം. അങ്ങനെ ഒരു വീട്ടുടയവൻ. അപ്പം വന്ന ഓരോരുത്തർ ചോദിക്കുമ്പോൾ പഴയതാണെങ്കിൽ പഴയത്, പുതിയതാണെങ്കിൽ പുതിയത് കൊടുക്കാൻ ലേണിംഗ് ആണ് നമുക്ക് വേണ്ടത്. നമുക്ക് അതിനുള്ള ഒരു പഠനം വേണം. റെസ്പോൺസിബിലിറ്റി ഓഫ് ലേണിംഗ്. രണ്ടാമത്തെ ഒരു പ്രധാനപ്പെട്ട കാര്യം റെസ്പോൺസിബിലിറ്റി ഓഫ് ലിവിങ് ദ ട്രൂത്ത്. ഇതെല്ലാം മനസ്സിലാക്കി വെക്കുക മാത്രമല്ല, അത് ജീവിതത്തിൽ പകർത്തണം. ജീവിതത്തിൽ പകർത്താനുള്ള ഉത്തരവാദിത്വം. എവ്രി സ്ക്രൈബ്, ഇപ്പൊ ഞാൻ പറഞ്ഞതുപോലെ, ഹാഡ് ടു ബിക്കം എ ഡിസൈപ്പിൾ. ഓരോ ശാസ്ത്രിയും ആരായിട്ട് മാറണമായിരുന്നു? ഒരു ശിഷ്യനായിട്ട് മാറണമായിരുന്നു. ആരാ ശിഷ്യൻ? ശിഷ്യൻ എന്ന് പറഞ്ഞാൽ യേശുവിനെ അനുഗമിക്കുക, യേശു പഠിപ്പിച്ച സത്യം അനുവർത്തിക്കുക, അത് നിരന്തരം അനുവർത്തിച്ചുകൊണ്ടിരിക്കുക എന്നാണ്. എ പേഴ്സൺ ഹു ഫോളോസ് ദ ലോർഡ് ആൻഡ് പുട്സ് ഹിസ് ട്രൂത്ത് ഇൻ ടു പ്രാക്ടീസ്. യേശുവിനെ അനുഗമിക്കുകയും
യേശു പഠിപ്പിക്കുന്ന കാര്യങ്ങൾ നിരന്തരം പഠിക്കുകയും അത് പഠിക്കുന്ന ജീവിതത്തിൽ അനുവർത്തിക്കുകയും ചെയ്യുന്ന ഒരാളാണ് ശിഷ്യൻ എന്ന് പറയുന്നത്. അപ്പൊ ശാസ്ത്രിമാര് ആരായിട്ട് മാറണമായിരുന്നു? ശിഷ്യന്മാരായിട്ട് മാറണമായിരുന്നു. അപ്പൊ നമ്മള് എന്തിനാ വാസ്തവത്തിൽ ഈ ആത്മീയ സത്യങ്ങളൊക്കെ പഠിക്കുന്നത്? കർത്താവ് ഇങ്ങനെ പുരുഷാരത്തെയും ശിഷ്യന്മാരെയും ഒക്കെ ഇരുത്തി പഠിപ്പിച്ചതൊക്കെ എന്തിനാ? ഇവർക്ക് ഓരോ ബിരുദം കൊടുത്തു കളയാം എന്ന് വിചാരിച്ചാണ്. ഇവരൊന്നും സ്കൂളിൽ പോകുന്നില്ല, ഇവരൊന്നും പഠിക്കുന്നില്ല, എല്ലാവർക്കും ഒരു ബിരുദം കൊടുത്തു കളയാം എന്ന് വിചാരിച്ചാണോ യേശു ഇതൊക്കെ പഠിപ്പിച്ചത്? അവരുടെ ജീവിതത്തിൽ മാറ്റം വരാൻ വേണ്ടി, പ്രാക്ടിക്കൽ ലൈഫില് ഈ സത്യങ്ങൾ അവരുടെ ജീവിതത്തിൽ ആപ്ലിക്കേഷൻ ലെവലിലേക്ക് കൊണ്ടുവരുന്നതിന് വേണ്ടിയാണ്. ടു ലീവ് ദ ട്രൂത്ത് എന്ന് വേണമെങ്കിൽ പറയാം. സത്യം ജീവിക്കുന്നതിന് വേണ്ടിയാണ്, അതനുസരിക്കുന്നതിന് വേണ്ടിയാണ്, സത്യത്തിൽ നടക്കാൻ വേണ്ടിയാണ്. സത്യം ജീവിക്കാനും സത്യത്തിൽ നടക്കാനും. ഈ സത്യം അനുസരിക്കുമ്പോഴാണ് ഒരു തരത്തിൽ പറഞ്ഞ ലിവിങ് ട്രൂത്ത് ആകുന്നത്. സത്യം നമുക്ക് അറിയാവുന്നതുകൊണ്ട് മാത്രം കാര്യമില്ല. ആ സത്യം നമ്മുടെ ജീവിതത്തിൽ അനുവർത്തിക്കുമ്പോൾ അത് ജീവിക്കുന്ന സത്യമായിട്ട് മാറും. അല്ലെങ്കിൽ അതൊരു അബ്സ്ട്രാക്ട് ഐഡിയോളജി ആയിട്ട് ഇരിക്കുകയായിരിക്കും. പക്ഷെ അത് ഞാൻ ജീവിതത്തിൽ പകർത്തുമ്പോഴാണ് ഇറ്റ് ബിക്കംസ് എ ലിവിങ് ട്രൂത്ത്, സജീവമാകുന്നത് എന്ന് വേണമെങ്കിൽ പറയാം. ഒരു സത്യം സജീവമാകുന്നത് നമ്മുടെ ജീവിതത്തിൽ അത് നാം അനുവർത്തിക്കുമ്പോൾ ആണ്. അതുകൊണ്ട് ഈ സത്യം മനസ്സിലാക്കുന്നതെല്ലാം നാം ജീവിതത്തിൽ പകർത്താനായിട്ടാണ്. അങ്ങനെ പകർത്ത് കാണുന്നുണ്ടെങ്കിൽ കൂടുതൽ കൂടുതൽ സത്യങ്ങൾ ദൈവം നമുക്ക് വെളിപ്പെടുത്തി തരും. സത്യം അനുസരിക്കാൻ തുടങ്ങുമ്പോൾ കൂടുതൽ സത്യങ്ങൾ വെളിപ്പെടുത്തി തരും. കാരണം പ്രത്യേകിച്ച് കർത്താവിന്റെ ഒരു പ്രകൃതം അങ്ങനെയാണെന്ന് എനിക്ക് തോന്നുന്നു. അനുസരിക്കാത്തവരും ജീവിതത്തിൽ പകർത്താത്തവരുമായിട്ടുള്ളവരോട് കൂടുതൽ പിന്നെ സംസാരിക്കാറില്ല. അപ്പൊ നമ്മുടെയൊക്കെ കാര്യം അങ്ങനെയാണല്ലോ. ക്ലാസ്സിൽ ഒരു അധ്യാപകൻ എന്നുള്ള നിലയ്ക്ക് കൂടുതൽ താല്പര്യം ആരോടായിരിക്കും? പഠിക്കുന്നവരുടെ. പഠിക്കാത്തവരോട് നമ്മൾ പല പ്രാവശ്യം പറയും. പല പ്രാവശ്യം പറഞ്ഞിട്ട് ഒന്നും കേൾക്കുന്നില്ലെങ്കിൽ പിന്നെ അവസാനം എന്ത് ചെയ്യാം? പോട്ടെ എന്ന് വെക്കില്ലേ? കർത്താവ് അങ്ങനെ തന്നെ നമ്മളെ കുറിച്ച് പ്രതീക്ഷിക്കുന്നത്. കുറെ കാര്യങ്ങൾ നമ്മൾ അനുസരിക്കുമ്പോഴാണ് കൂടുതൽ കൂടുതൽ പറഞ്ഞു കൊടുക്കാനും അവരെ നല്ല വഴിക്ക് കൊണ്ടുവരുവാനും. സോ നമ്മൾ മനസ്സിലാക്കുന്ന സത്യങ്ങൾ എന്തുമാത്രം നമ്മുടെ ജീവിതത്തിലേക്ക് നമ്മൾ കൊണ്ടുവരുന്നോ അതനുസരിച്ച് കൂടുതൽ വെളിപ്പെട്ടിട്ടും അത് നമ്മൾ വീണ്ടും ജീവിക്കുമ്പോൾ അത് കൂടുതൽ പ്രയോജനകരമായിട്ട് മാറും. യോഹന്നാൻ അപ്പോസ്തലൻ സുവിശേഷമൊക്കെ എഴുതിയതിനു ശേഷം 3 ലേഖനങ്ങൾ എഴുതിയിട്ടുണ്ട്. അതിൽ 2-ാം ലേഖനത്തിൽ 4-ാം വാക്യത്തിൽ പറഞ്ഞു, അവിടുത്തെ മക്കളിൽ ചിലർ സത്യത്തിൽ നടക്കുന്നത് ഞാൻ കണ്ട് ഞാൻ അത്യന്തം സന്തോഷിച്ചു. എന്നിട്ട് അതിന്റെ 6-ാം വാക്യത്തിൽ പറഞ്ഞു, അവന്റെ കൽപ്പനകളെ നാം അനുസരിച്ച് നടക്കുന്നത് തന്നെ സ്നേഹമാകുന്നു. അപ്പൊ ദൈവത്തോട് സ്നേഹം ഉണ്ടെന്നുണ്ടെങ്കിൽ ദൈവത്തിന്റെ കൽപ്പനകളെ നാം അനുസരിച്ച് നടക്കും. അതാണ് സ്നേഹം. 3-ാം ലേഖനത്തില് ഗായോസിനെ എഴുതിയത്. അപ്പൊ ഗായോസിനോട് പറയുന്നുണ്ട് 3-ാം വാക്യത്തില്, സഹോദരന്മാർ വന്ന് നീ സത്യത്തിൽ നടക്കുന്നു എന്ന് നിന്റെ സത്യത്തിന് സാക്ഷ്യം പറയുകയാൽ ഞാൻ അത്യന്തം സന്തോഷിച്ചു. അതാണ് അദ്ദേഹത്തിന് ഏറ്റവും കൂടുതൽ സന്തോഷം ഉണ്ടാക്കിയത്. എന്നിട്ട് 4-ാം വാക്യത്തിൽ പറഞ്ഞു, എന്റെ മക്കൾ സത്യത്തിൽ നടക്കുന്നു എന്ന് കേൾക്കുന്നതിനേക്കാൾ വലിയ സന്തോഷം എനിക്കില്ല. എനിക്കൊന്ന് എല്ലാ പാസ്റ്റർമാർക്കും ചിലപ്പോൾ ഈ സന്തോഷം ഉണ്ടാകും അല്ലേ? നമ്മള് പഠിപ്പിക്കുന്ന ആളുകൾ, വചനം പറഞ്ഞു കൊടുക്കുന്ന ആളുകൾ അത് ഗ്രഹിച്ച് സത്യത്തിൽ നടക്കുന്നു എന്ന് പറയുമ്പോൾ തീർച്ചയായിട്ടും അത് നമുക്ക് സന്തോഷം ഉണ്ടാകും. പാസ്റ്റർമാർക്ക് മാത്രമല്ല, നമ്മൾ ഓരോരുത്തരും മറ്റുള്ളവരുടെയൊക്കെ സുവിശേഷം പങ്കുവെക്കണം എന്ന് പറയാൻ പോവാണല്ലോ. അപ്പൊ പങ്കുവെച്ച കാര്യങ്ങൾ ആരെങ്കിലും ഒക്കെ അനുവർത്തിക്കുന്നു എന്ന് കാണുമ്പോൾ നമുക്കൊരു സന്തോഷം ഉണ്ടാകുകയല്ലേ? തീർച്ചയായിട്ടും ഉണ്ടാകും. ഈ കാലഘട്ടത്തില് ഏറ്റവും വലിയൊരു ആവശ്യം എന്താണെന്ന് ചോദിച്ചാല് വി നീഡ് എ ബാലൻസ് ബിറ്റ്വീൻ തിയറി ആൻഡ് പ്രാക്ടീസ്. ഈ കാലഘട്ടത്തിലെ ഏറ്റവും വലിയൊരു ആവശ്യം നമുക്ക് ഉപദേശവും പ്രവൃത്തിയും തമ്മിലൊരു സന്തുലിതാവസ്ഥ. ഒരുപാട് ഉപദേശമുണ്ട്, പക്ഷെ പ്രാക്ടീസ് ഇല്ല, പ്രവൃത്തി തീരെ കാണുന്നില്ല. ഉപദേശത്തിനനുസരിച്ച് പ്രവൃത്തി കാണുന്നുണ്ടോ? ചിലപ്പോൾ നമ്മളെ കുറിച്ച് തന്നെ പറയും ഭയങ്കര പഠിപ്പീരും പഠിത്തമാണ് കേട്ടോ, പക്ഷെ ജീവിതത്തിലൊന്നും കാണുന്നില്ല. നമ്മളോട് നേരിട്ട് പറയാൻ മടിയുള്ളതുകൊണ്ട് ചിലപ്പോൾ പറയാത്തായിരിക്കും. പക്ഷെ ആളുകൾ മനസ്സിലങ്ങനെ ഇവാലുവേറ്റ് ചെയ്യുന്നുണ്ടാവും. അത് മാറണം. നമ്മൾ പഠിക്കുന്ന കാര്യങ്ങൾ എന്ത് ചെയ്യണം? ഉപദേശം നമ്മളെ ഉത്തരവാദിത്വത്തിലേക്ക്. ഈ പൗലോസിന്റെ ലേഖനങ്ങളൊക്കെ നമ്മളെടുത്ത് പഠിക്കുകയാണെങ്കിൽ ആദ്യം 2-3 അധ്യായത്തിനകത്ത് ഉപദേശമായിരിക്കും. അത് കഴിഞ്ഞിട്ട് പിന്നുള്ള 3 അധ്യായത്തിനകത്ത് ഉത്തരവാദിത്തങ്ങളാണ് പറയുന്നത്. ഈ ഉപദേശത്തിന്റെ അടിസ്ഥാനത്തിൽ ഇങ്ങനെയാണ് നിങ്ങൾ ജീവിക്കേണ്ടത്. പല ലേഖനങ്ങൾ നിങ്ങൾക്ക് എടുത്ത് വേണമെങ്കിൽ പരിശോധിക്കാം. എഫേസ് ലേഖനം നോക്കുക, റോമ ലേഖനം നോക്കുക, പൗലോസ് ലേഖനം നോക്കുക. അതിനകത്തൊക്കെ ആദ്യത്തെ അധ്യായങ്ങളില് ഉപദേശങ്ങളാണ് പറയുന്നത്. നമ്മളെ ഉയർത്തെഴുന്നേൽപ്പിച്ച് സ്വർഗത്തിൽ ഇരുത്തിയിരിക്കുന്നു എന്നൊക്കെ എഫേസ് ലേഖനത്തില്. എന്നിട്ട് 4-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ പറയണം, അങ്ങനെയാണെങ്കിൽ നിങ്ങളെ വിളിച്ച വിളിക്ക് യോഗ്യവും വണ്ണം നടക്കണം. പിന്നെ 5-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ ആകയാൽ പ്രിയ മക്കൾ എന്നപോലെ ദൈവത്തെ അനുകരിക്കണം. കാരണം ദൈവത്തിന്റെ കൂടെ ഇരുത്തിയിരിക്കുന്ന ദൈവത്തിന്റെ മക്കളാണ്. അപ്പൊ ദൈവത്തെ അനുകരിക്കും. പ്രാക്ടിക്കാലിറ്റി, ഉപദേശം, ഉത്തരവാദിത്തം. നമ്മൾ പഠിക്കുന്ന കാര്യങ്ങൾ പ്രവൃത്തി പദത്തിലേക്ക് കൊണ്ടുവരണം. അത് ഈ കാലഘട്ടത്തിൽ ഒരു വലിയ ആവശ്യമാണ്. അതുപോലെ തന്നെ ലേണിംഗ് ആൻഡ് ലിവിങ്, പഠനവും ജീവിതവും, അല്ലെങ്കിൽ അറിവും അനുഷ്ഠാനവും. അറിവ് ഒരുപാടുണ്ട്,
അനുഷ്ഠാനം തീരെയില്ല. ഒരുപാട് പഠിക്കുന്നുണ്ട്, അത്രയും ജീവിതത്തിൽ വരുന്നില്ല. അതുപോലെ തന്നെ നമ്മള് സഭയും സമൂഹവും എന്ന് വേണമെങ്കിൽ പറയാം. ക്ലാസ് മുറി ബുധനാഴ്ച വൈകുന്നേരത്തെ ക്ലാസ്സിൽ നിറച്ച ആളുകളുണ്ട്, ചൊവ്വാഴ്ച ഇഷ്ടം പോലെ പേരുണ്ട്, ഞായറാഴ്ച ഇഷ്ടം പോലെ പേരുണ്ട്, കൊള്ളാം. പക്ഷെ ഇത്രയും പേര് പുറത്തേക്ക് പോയിട്ട് സമൂഹത്തെ, പുറം ലോകത്തെ സ്വാധീനിക്കുന്നുണ്ടോ? പുറം ലോകം നമ്മളെ കാണുന്നുണ്ട്, നമ്മൾ പുറം ലോകത്തിൽ ഇടപെടുന്നുണ്ട്, പലരുമായിട്ട് നമ്മൾ സംസാരിക്കുന്നുണ്ട്, അയൽവക്കക്കാരുണ്ട്, വീട്ടുകാരുണ്ട്. അവരാരെങ്കിലും നമ്മളെ കണ്ടിട്ട് കൊള്ളാം, യേശു ക്രിസ്തുവിനെ പോലെ ഇരിക്കുന്നു. ഞാൻ ഇടയ്ക്ക് ചോദിക്കാറുണ്ട്, സ്നാനപ്പെട്ട നിങ്ങൾ ക്രിസ്തുവിനെ ധരിച്ചിരിക്കുന്നു. ക്രിസ്തുവിനെ ധരിച്ചിരിക്കുന്നു. നമ്മളെ കാണുന്ന ആളുകൾ ആരെ കാണണം? ക്രിസ്തുവിനെ കാണണം. അങ്ങനെ കാണാൻ കഴിയുന്നില്ലെങ്കിൽ മാർക്കറ്റ് പ്ലേസിൽ നമ്മൾ പോകുമ്പോൾ, നമ്മൾ ചന്തസ്ഥലത്ത് പോകുന്നു, ജോലി സ്ഥലത്ത് പോകുന്നു, ബസ്സിൽ കയറുന്നു, നമ്മൾ വണ്ടി ഓടിച്ചു പോകുന്നു, അവിടെയൊക്കെ ഇത് കാണുന്ന ആളുകളൊക്കെ യേശുക്രിസ്തു ആണ് പോകുന്നത്, അല്ലെങ്കിൽ യേശുക്രിസ്തുവിന്റെ ഒരു ഡിസൈപ്പിൾ ആണ് പോകുന്നത് എന്നുള്ളത് കാണുന്നുണ്ടോ എന്ന് പലപ്പോഴും കാണുന്നില്ല. അവരും നമ്മളും തമ്മിൽ യാതൊരു വ്യത്യാസവും ഇല്ലാതെ ഇരിക്കുന്നെങ്കിൽ, ഞാനതാ പറഞ്ഞത്, ഡെസ്പറേറ്റ് നീഡ് ഓഫ് ദ ഡേ, എ ബാലൻസ് ബിറ്റ്വീൻ തിയറി ആൻഡ് പ്രാക്ടീസ്, ലേണിംഗ് ആൻഡ് ലിവിംഗ്, സ്കൂൾ റൂം ആൻഡ് ദ മാർക്കറ്റ് പ്ലേസ്. നമ്മളെ ക്ലാസ് റൂമിൽ വളരെ മിടുക്കന്മാരാണ്, പക്ഷെ പുറത്തേക്ക് ഇറങ്ങി അതനുസരിച്ചാണോ നമ്മൾ ഈ സമൂഹത്തിൽ ജീവിക്കുന്നത്? നമ്മൾ ലേൺ ചെയ്യുന്നുണ്ട് ഒരുപാട് കാര്യങ്ങൾ, അത് ജീവിതത്തിൽ അനുവർത്തിക്കുന്നുണ്ടോ? നമ്മൾ ഒരുപാട് കാര്യങ്ങൾ ഉപദേശപരമായിട്ട് കറക്റ്റായിട്ട് പഠിച്ചു വെച്ചിട്ടുണ്ടാവും, പക്ഷെ അതനുസരിച്ച് നമ്മുടെ ജീവിതത്തിൽ ഉപദേശം, ഉത്തരവാദിത്വം, അറിവ്, അനുഷ്ഠാനം, സഭ, സമൂഹം, കാര്യം മനസ്സിലായി ഞാൻ വിചാരിക്കുകയാണ്. അപ്പൊ ഇവിടെ എല്ലാം നമുക്ക് തിരുത്തലുകൾ വേണം എന്നുള്ളത് അറിയുക. യേശുക്രിസ്തു തന്റെ ശിഷ്യന്മാരെ പഠിപ്പിച്ചത് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ, യേശു ചെയ്യാത്ത ഒരു കാര്യവും പഠിപ്പിച്ചില്ല. ഹിസ് പ്രിസെപ്റ്റ് ആൻഡ് പ്രാക്ടീസ് വളരെ ബാലൻസ്ഡ് ആയിരുന്നു. പ്രിസെപ്റ്റ് എന്ന് പറഞ്ഞാൽ ടീച്ചിങ് ആണ്, പ്രാക്ടീസ് എന്ന് പറഞ്ഞാൽ പ്രവൃത്തിയാണ്. ചെയ്തത് മാത്രമാണ് പഠിപ്പിച്ചത്. ചെയ്യാൻ പറ്റാത്ത ഒരു കാര്യവും പഠിപ്പിച്ചില്ല. യേശുവിനെ പാപത്തോട് പറഞ്ഞിട്ട് പാപത്തെ രക്ഷിക്കാമെന്നാണ് ചോദിച്ചല്ലോ. അപ്പൊ നിങ്ങൾ ആര് പാപത്തെ കുറിച്ച് എനിക്ക് ബോധം വേണം. കറേജിയസ്. ഇനി താൻ തന്നെ പറഞ്ഞതല്ല, വിസ്തരിച്ച പീലാത്തോസ് 3 പ്രാവശ്യം പറഞ്ഞു, ഈ മനുഷ്യനിൽ ഞാനൊരു കുറ്റവും കാണുന്നില്ല. പിന്നെ നിങ്ങൾ ക്രൂശിക്കണെ കൊണ്ട് ക്രൂശിച്ചു, പക്ഷെ ഞാൻ ഈ മനുഷ്യനിൽ ഒരു കുറ്റവും കാണുന്നില്ല. അപ്പൊ എന്താണോ യേശു പഠിപ്പിച്ചത്, യേശു അതായിരുന്നു. പിന്നെ നാട്ടുകാര്, ആളുകൾ കേട്ടവരൊക്കെ പറഞ്ഞല്ലോ, നീ സത്യമായിട്ട് ദൈവത്തിന്റെ വഴി പഠിപ്പിക്കുന്നവൻ, പരമാർത്ഥതയുള്ളവൻ എന്ന് ഞങ്ങൾ അറിഞ്ഞിരിക്കുന്നു എന്ന് പലരും പറഞ്ഞില്ലേ? പല സന്ദർഭങ്ങളിൽ ആളുകൾ പറഞ്ഞിട്ടുണ്ട്, നീ പരമാർത്ഥതയുള്ളൂ, ഇവർ ഇന്നസെന്റ് പേഴ്സൺ, നീ പറയുന്നത് പ്രവർത്തിക്കുന്ന ഒരാളാണ്, നിനക്ക് ആരെയും ഭയമില്ല എന്ന് ഞങ്ങൾക്കറിയാം എന്നൊക്കെ പറഞ്ഞില്ലേ? പക്ഷെ നമ്മൾ പലപ്പോഴും ചിലരുടെ മുമ്പിൽ വരുമ്പോഴത്തേക്ക് ചൂടിപ്പോവും. നമ്മൾ പറയാനായിട്ട് പറ്റിയല്ല. വരുമ്പോൾ നമ്മുടെ നാക്ക് ഇറങ്ങി പോകുന്ന അവസ്ഥയൊക്കെ ഉണ്ടാകാറില്ലേ? വലിയ ആളുകളെ കാണുമ്പോഴത്തേക്ക് സുവിശേഷമൊക്കെ മാറ്റി വെച്ചിട്ട് നമ്മൾ അങ്ങനെ ഈ നാട്ടുകാരനെ അല്ലെന്നുള്ള മട്ടിൽ അവന്റെ കൂടെ കൂടി. അപ്പൊ അവിടെ ഒരു കറക്ഷൻ നമുക്ക് വേണം. സത്യം ഗ്രഹിക്കണം, അത് അനുഭവത്തിൽ കൊണ്ടുവരണം. നമുക്ക് ബാലൻസ് ബിറ്റ്വീൻ ഒബ്ജക്റ്റീവ് ട്രൂത്ത് ആൻഡ് സബ്ജക്റ്റീവ് എക്സ്പീരിയൻസ്. നമ്മൾ പഠിക്കുന്ന സത്യങ്ങൾ നമ്മുടെ അനുഭവത്തിലേക്ക് കൊണ്ടുവരുവാനായിട്ട് കഴിയണം. അതൊരു വലിയ ഉത്തരവാദിത്തമാണെന്നുള്ള കാര്യം മറന്നു പോകരുത്. അല്ലെങ്കിൽ നമ്മൾ എങ്ങനെ ഇരിക്കും? യാക്കോബ് പുസ്തകം പറഞ്ഞ പോലെ ഈ കേട്ട് നമ്മളെ തന്നെ ചതിക്കുന്ന ആളുകളായിട്ടിരിക്കും. നമ്മൾ ഒരുപാട് കേൾക്കുന്നുണ്ട്, കേൾക്കുക മാത്രമല്ല അതിനെ ചെയ്യുന്നവരായിട്ടും ഇരിക്കണം. യാക്കോബ് 1:21-22 വാക്യങ്ങൾ നോക്കുക. യാക്കോബിന്റെ ലേഖനം 1-ാം അധ്യായത്തിന്റെ 21-22. ആകയാൽ എല്ലാ അഴുക്കും ദുഷ്ടതയുടെ ആധിക്യവും വിട്ട് നിങ്ങളുടെ ആത്മാക്കളെ രക്ഷിപ്പാൻ ശക്തിയുള്ളതും പൂൾ നട്ടതുമായ വചനം സൗമ്യതയോടെ കൈക്കൊള്ളുവീൻ. എങ്കിലും വചനം കേൾക്ക മാത്രം ചെയ്തുകൊണ്ട് തങ്ങളെ തന്നെ ചതിക്കാതെ അതിനെ ചെയ്യുന്നവരായും ഇരിപ്പീൻ. കേൾക്ക മാത്രം ചെയ്തുകൊണ്ട് അത് അനുസരിക്കാതെ ഇരിക്കുമ്പോൾ നമ്മെ തന്നെ ചതിക്കുകയാണ്, അല്ലേ? ഞാനത് പറയുമ്പോൾ എപ്പോഴും പറയാറുണ്ട്, ഇത് ആദാമിനോട് ഹവ്വയോട് ചോദിച്ചപ്പോൾ പാമ്പ് ചതിച്ചു, ഭാര്യ ചതിച്ചു എന്നൊക്കെ പറയും. ഞാൻ തന്നെ എന്നെ ചതിച്ചെന്ന് പറയും. തന്നെത്താൻ ചതിക്കാതെ എന്നാ പറഞ്ഞത്. അവ വഞ്ചനപ്പെടാതിരിപ്പീൻ, തന്നെത്താൻ ചതിക്കരുത്. ഞാൻ തന്നെ ഇത് കേട്ടു, ഞാൻ പ്രവർത്തിക്കാതിരുന്നാൽ ഞാൻ എന്നെ തന്നെ അപകടത്തെ എന്താണ് അനുസരിക്കാൻ വർക്കി സാറാ കുഴപ്പക്കാരൻ, അങ്ങനെ ഇതെല്ലാം പഠിപ്പിച്ചില്ലായിരുന്നെങ്കിൽ ഞങ്ങൾ ഒന്നും അറിയില്ലായിരുന്നു എന്ന് പറയാൻ പറ്റുമെന്ന് ചോദിച്ചത്. ഇല്ല, നമ്മളെ തന്നെ ചതിക്കുകയാണ്. നമുക്കൊരു ഉത്തരവും കർത്താവിനോട് പറയാൻ ഇല്ലാതെയായി പോകും. അതുകൊണ്ട് വചനം കേട്ട് മാത്രം വിടാതെ അതിനെ ചെയ്യുന്നവരായും ഇരിക്കണം. നമുക്ക് 3-ാമത്തെ സത്യത്തിലേക്ക് വരികയാണെങ്കിൽ, റെസ്പോൺസിബിലിറ്റി ഓഫ് ഷെയറിംഗ് ദ ട്രൂത്ത്. പഠിക്കണം, പഠിച്ച കാര്യങ്ങൾ ജീവിതത്തിൽ അനുവർത്തിക്കണം, പ്രാവർത്തികമാക്കണം. എന്നിട്ടത് എന്ത് ചെയ്യണം? പങ്കുവെക്കണം എന്ന് പറഞ്ഞപ്പോൾ ഇപ്പൊ തന്നെ ഇവിടെ നിങ്ങൾ ഇത്രയും പേര് ഇരിപ്പുണ്ട്. ഞാൻ ഇപ്പം നിങ്ങളുടെ ക്ലാസ് നിർത്തിയിട്ട് നിങ്ങൾക്ക് പങ്കുവെക്കാം, ഓരോരുത്തരായിട്ട് പങ്കുവെക്കുന്നത് കുറച്ചു നേരത്തേക്ക് പെട്ടെന്ന് ഒരു സൈലൻസ് വരും.
ചിലപ്പോ നമ്മൾ സാക്ഷ്യത്തിനൊക്കെ ഇരിക്കുമ്പോൾ കുറച്ച് നേരത്തെ ആർക്കും ഒരു ഒന്നുമില്ല. കാര്യം വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ ചിലപ്പം വിനയം കൊണ്ടായിരിക്കും മറ്റവർ പറയട്ടെ, നമ്മളിനി ഇടിച്ചൊന്നും കയറണ്ട, അതെല്ലാം പഠിച്ചല്ലോ, ഹ്യൂമിലിറ്റി പഠിച്ചു, അതുകൊണ്ട് ഞാൻ പറയുന്നില്ല. മറ്റൊരു അങ്ങനെ എല്ലാരും മറ്റൊരു പറയട്ടെ, മറ്റൊരു കുറച്ചിട്ട് കാര്യം പറയാനില്ല. അപ്പൊ അതെന്തുകൊണ്ടാ സംഭവിക്കുന്നതെന്ന് ചോദിച്ചാല് നമ്മുടെ എല്ലാം അകത്ത് ഒരു നിധിയുണ്ട്. നടത്തി വെച്ചേക്കാൻ മാത്രമല്ല അത് മാത്രമല്ല കർത്താവ് ഉദ്ദേശിക്കുന്നത്. നമ്മൾ ഒരുപാട് കേൾക്കുന്നുണ്ട്. ഇവിടെ ഇരിക്കുന്ന എല്ലാവരുടെ ഉള്ളിൽ ഒരു ആത്മീയ നിധി ഇരിപ്പുണ്ട്, ഇല്ലെന്ന് പറയാൻ ഒക്കെയല്ല. നിങ്ങൾ ആരോടും പ്രസംഗിക്കുന്നില്ലായിരിക്കും, ചിലപ്പോൾ ആരോടും പറയുന്നില്ലായിരിക്കും. ബട്ട് ക്യാൻ യു സേ ദാറ്റ് ആത്മീയ സത്യങ്ങൾ ഇങ്ങനെ അകത്തിരിപ്പില്ലേ? ഇഷ്ടം പോലെ ഇരിപ്പുണ്ട്. നമ്മൾ ആഴ്ച തോറും കേൾക്കുന്നത്, വായിക്കുന്നത്, മനസ്സിലാക്കുന്നത് എല്ലാം നമ്മുടെ അകത്ത് ഇങ്ങനെ അക്യുമുലേറ്റ് ചെയ്തിരിക്കുക. കൂടി പുസ്തകങ്ങളിൽ ഇരിപ്പുണ്ട്, ഹൃദയത്തിനകത്ത് ഇരിപ്പുണ്ട്, ഇഷ്ടംപോലെ നമ്മുടെ കയ്യിലും അകത്തും ഒക്കെ ഇരിപ്പുണ്ട്. ട്രഷറി, ഒരു വലിയ നിധി ഇങ്ങനെ നമ്മുടെ അകത്ത് ഇരിപ്പുണ്ട്. അതെങ്ങനെ നമുക്ക് കിട്ടിയെന്ന് ചോദിച്ചാല് നമ്മുടെ പഠനവും ജീവിതവും കൊണ്ടാണ്. പറ്റിയ ലെവലിലൊക്കെ പഠിക്കുകയും ജീവിക്കുകയും ചെയ്തതിന്റെ അടിസ്ഥാനത്തിൽ നമ്മളിങ്ങനെ കുറെ സമ്പാദിച്ചു വെച്ചിട്ടില്ലേ? അതൊരു ആവശ്യം വരുമ്പോൾ നമ്മൾ പലപ്പോഴും സംസാരിക്കാറുണ്ട്. എപ്പോഴും സംസാരിക്കുന്നില്ലെങ്കിൽ പോലും ചിലപ്പോൾ എന്നോട് പറയാറുണ്ട്, എനിക്ക് ഒരാളെ കിട്ടി, എനിക്ക് എല്ലാം അറിയത്തില്ല, അറിയാവുന്ന പോലൊക്കെ പറഞ്ഞു കൊടുത്തു. ശരിയല്ലേ? നമുക്ക് ആർക്കും എല്ലാം അറിയത്തില്ല, പക്ഷെ നമ്മൾ എന്ത് ചെയ്തു? അറിയാവുന്ന പോലെയൊക്കെ പറഞ്ഞു. എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താ? കുറെയൊക്കെ അറിയാമായിരുന്നു, അതൊക്കെ ഞാൻ പറഞ്ഞു കൊടുത്തു. അത് കഴിഞ്ഞിട്ട് പറയാം, ഇനി വേണേ ഇന്നയാളെ കാണ്, അല്ലെങ്കിൽ ഇനിയാണ് നീ വായിക്ക്, ഇനി വേണേ കർത്താവിനോട് ചോദിക്കുന്നത്. പക്ഷെ കുറച്ച് നമ്മൾ പറഞ്ഞു കൊടുത്തു. പറഞ്ഞു കൊടുക്കാൻ പറ്റിയത് എങ്ങനെ? ഇത് നമ്മൾ കേട്ടും നമ്മൾ അനുവർത്തിച്ചും നമ്മുടെ അകത്ത് കുറെ കാര്യങ്ങൾ ഇരിപ്പുണ്ട്. ഈ കേട്ടതും അനുവർത്തിച്ചതും ഒക്കെ ഒരു നിധി പോലെ നമ്മുടെ അകത്ത് ഉണ്ട്. എപ്പോഴും പറയുന്നില്ലായിരിക്കും, പക്ഷെ അതുണ്ട്. അതൊരു അവസരം വരുമ്പോൾ ചിലപ്പോൾ നമ്മൾ പറഞ്ഞൊന്നും വരും, അല്ലെ? പഴയതും പുതിയതും ഒക്കെ എടുത്തു കൊടുക്കുന്ന ഇതിനകത്തുണ്ട് എന്നുള്ള കാര്യം ഒന്ന് എൻകറേജഡ് ആയി. അത് ഉപയോഗിക്കാതെ അങ്ങനെ ഇരിക്കുകയാണെങ്കിൽ അത് നഷ്ടമായി പോകും. അത് ഉപയോഗിക്കാൻ വേണ്ടിയുള്ളതാണ്, അല്ലെ? കൊടുക്കാൻ വേണ്ടിയുള്ളതാണ്. കൊടുക്കും തോറുമാണത് ഏറി വരുന്നത്. കൊടുപ്പീൻ, എന്നാൽ നിങ്ങൾക്ക് കിട്ടും. അപ്പൊ അത് പ്രാക്ടീസ് ചെയ്തതേ കൊടുക്കാവൂ, പ്രാക്ടീസ് ചെയ്യാതെ കൊടുക്കരുത്. നമ്മൾ പ്രാക്ടീസ് ചെയ്ത് നമ്മളിങ്ങനെ ആർജിച്ച കാര്യങ്ങള് വെറുതെ ഇങ്ങനെ വെച്ചേക്കുകയാണെങ്കിൽ ഇറ്റ് അക്കംപ്ലീഷസ് നത്തിങ്. അതുകൊണ്ടാണ് നമ്മള് വെറുതെ പൈസ ഇങ്ങനെ വെച്ചാൽ അതൊരു പ്രയോജനമില്ല, അത് തന്നെ പൊടിഞ്ഞു പോയിരുന്നുണ്ട്. പക്ഷെ അത് ഇൻവെസ്റ്റ് ചെയ്യാന്ന് പറഞ്ഞാൽ നിക്ഷേപിച്ച് കഴിയുമ്പോഴാണ് അവിടുന്ന് റിട്ടേൺസ് നമുക്ക് മടക്കി അതിന്റെ ലാഭമൊക്കെ വരുന്നത്. അതുകൊണ്ട് ഈ കേട്ടതും പഠിച്ചതുമായ കാര്യങ്ങളൊക്കെ ഈ പഴയതും പുതിയതും ഉണ്ടാകും. പഴയതും പുതിയതും പഠിച്ചത് കാണും, അതെല്ലാം നമ്മൾ ശേഖരിച്ചു വെച്ചിട്ടുണ്ട്. അതുപോലെ ഒരു വീട്ടുടേന്റെ വീട്ടിൽ ചെന്നാൽ ചിലപ്പോൾ നമ്മുടെ വീട്ടിലേക്ക് വന്നൊരു പഴയ ഡ്രസ്സ് ഉണ്ടാക്കി തന്നേരെന്ന് പറയരുത്. അപ്പൊ പഴയതുണ്ട്, നമ്മൾ ഉപയോഗിക്കാതെ വരെ വെച്ചിരിക്കുന്ന ഒരു പഴയ സാധനങ്ങൾ ഇരിപ്പുണ്ട്. ഇതുപോലെ നമ്മൾ കേട്ട പഴയതും പുതിയതുമായ ഒരുപാട് കാര്യങ്ങൾ നമ്മുടെ അകത്തൊക്കെ ഇരിപ്പുണ്ട്. പഴയത് എന്താണെന്ന് ചോദിച്ചാൽ വാട്ട് വി ഹാവ് ലേൺഡ് ആസ് സ്ക്രൈബ്സ്, ശാസ്ത്രിമാരെ പോലെ അക്ഷരപ്രകാരം പഠിച്ച കുറെ കാര്യങ്ങളുണ്ട്. ചിലപ്പോൾ ആദ്യകാലത്തൊക്കെ അങ്ങനെ ആയിരുന്നായിരിക്കും, രക്ഷിക്കപ്പെട്ട സമയത്തൊക്കെ ഭയങ്കര അക്ഷരമൊക്കെ വെച്ചായിരുന്നായിരിക്കും നമ്മൾ പഠിച്ചത്. കഴിഞ്ഞ ദിവസം എന്നോടൊരു സഹോദരൻ ഇങ്ങനെ ഒരു കാര്യം പറഞ്ഞു. അദ്ദേഹം ഒരു കട നടത്തുന്ന ആളാണ്. അടുത്ത കടയിൽ ഒരു സാധനം വാങ്ങാനായിട്ടൊരു പാസ്റ്റർ വന്നു. അപ്പൊ പാസ്റ്റർ ആണെന്ന് കണ്ടുടനെ പ്രൈസ് ദി ലോർഡ് എന്ന് പറഞ്ഞു. അപ്പൊ പാസ്റ്റർ ഒന്ന് മടിച്ചിട്ട് പിന്നെ പ്രൈസ് ദി ലോർഡ് പറഞ്ഞിട്ട്, എന്നിട്ട് ഈ മീശ, ഈ കട നടന്ന പുള്ളിക്ക് എന്തുണ്ടായിരുന്നു? മീശ ഉണ്ടായിരുന്നു. ആ പുള്ളി ചോദിച്ചേടാ, വേറെ ഒന്നും പാസ്റ്റർക്ക് എന്നോട് പറയാനുണ്ട്, ആദ്യം തന്നെ ഈ മീശയുടെ കാര്യമാണല്ലോ കയറി. ചിലപ്പോ പാസ്റ്റർ ആദ്യം അങ്ങനെ മനസ്സിലാക്കി കാണും, ഒരു പഴയ കൺസെപ്റ്റ് ആയിരിക്കും. ഇപ്പൊ അങ്ങനെ അല്ല എന്ന് ചിലപ്പോൾ അദ്ദേഹത്തിന് അറിയാമായിരിക്കും. അപ്പൊ പഴയതും പുതിയതും കൊടുത്തു കൊടുക്കാൻ പറ്റിയില്ല, പഴയത് മാത്രം എടുത്തു കൊടുത്തപ്പോഴാണ് ഒരു പ്രശ്നം ഉണ്ടായത്. പിന്നെ അദ്ദേഹം പാസ്റ്ററെ എഡ്യൂക്കേറ്റ് ചെയ്യേണ്ടി വന്നു. പാസ്റ്ററെ ബ്ലേഡ് എന്നാ കണ്ടുപിടിച്ചത് എന്നൊക്കെ അദ്ദേഹം ചോദിച്ചതിനോട് പറഞ്ഞു. ബൈബിൾ എഴുതിയപ്പോ ബ്ലേഡ് ഉണ്ടായിരുന്നു, അപ്പൊ മീശ മുഴുവൻ വളർത്തുകയല്ലായിരുന്നോ, പിന്നല്ലേ ഇങ്ങനെ ആയത്? അപ്പൊ അവര് തമ്മിൽ അങ്ങനെ സംവാദം നടന്നു എന്നൊക്കെ പറഞ്ഞു. അത് പോട്ടെ. പറഞ്ഞത് പഴയതെന്ന് പറയുന്നത് നമ്മൾ ശാസ്ത്രിമാരെ പോലെ പഠിച്ച കുറെ കാര്യങ്ങളുണ്ട്. പള്ളിയിൽ പോകരുതെന്നോ, കുർബാനയ്ക്ക് നോക്കരുതെന്നോ, കല്യാണത്തിന് പോയ പള്ളിക്കകത്ത് കയറരുതെന്നോ, അങ്ങനെയൊക്കെ ഒത്തിരി കാര്യങ്ങൾ പഠിച്ചു വെച്ച് കാണും. പഴയത് കുറെയൊക്കെ അകത്തിരിപ്പുണ്ട്. അതുപോലെ തന്നെ യേശുവിന്റെ ശിഷ്യന്മാരായി കഴിഞ്ഞപ്പോൾ ഈ സത്യം നമ്മൾ പ്രാക്ടീസ് ചെയ്യാൻ തുടങ്ങി കഴിഞ്ഞപ്പോൾ പഠിച്ച കാര്യങ്ങളുമുണ്ട്. ഇത് രണ്ടും ഇരിപ്പുണ്ട്. ഈ പഴയതിനും ആള് വരും, പുതിയതിനും ആള് വരും. ക്രിസ്മസ് വരട്ടെ, പഴയതിനും വരും. ട്രീ വെക്കാമോ എന്നൊക്കെ ചോദിച്ചാൽ ആള് വരും. സ്റ്റാർ തൂക്കാമോ എന്നൊക്കെ ചോദിച്ചാൽ അപ്പൊ പഴയത് എടുക്കേണ്ടി വരും. അത് കഴിയുമ്പം പുതിയൊരു സ്റ്റാർ ഉണ്ട്, വഴി കാണിച്ച ഒരു സ്റ്റാർ ഉണ്ട്. അപ്പൊ പഴയതും പുതിയതും രണ്ടും നമുക്ക് വേണ്ടി വരും. പഴയ നിയമത്തിലുണ്ടല്ലോ, യെശയ്യാപ്രവാചകന്റെ പുസ്തകത്തിലുണ്ടല്ലോ, ശിഷ്യന്മാരെ പോലെ കേൾക്കേണ്ടതിന് അവൻ എന്റെ കാത്, എന്റെ ചെവി ഉണർത്തുന്നു. അപ്പൊ ഞാൻ ബുദ്ധിമുട്ടിലിരിക്കുന്ന ആളുകൾക്കൊക്കെ ആശ്വാസം പകരേണ്ടതിന് എന്റെ ചെവി അവൻ ഉണർത്തുന്നു. എങ്ങനെ ഉണർത്തുന്നു? ശിഷ്യന്മാരെ പോലെ. അപ്പൊ ശിഷ്യന്മാരുടെ കാതും നമുക്ക് വേണം,
ശാസ്ത്രിയുടെ കാതും വേണം, രണ്ടും വേണം. പഴയതും പുതിയതും സ്റ്റോറിൽ വേണം. അത് ആവശ്യമനുസരിച്ച് ഒരു വീട്ടുടയവൻ എടുത്തു കൊടുക്കുന്നത് പോലെ രണ്ടും എടുത്ത് കൊടുക്കാനായിട്ട് സാധിക്കണം. വചനം അനുസരിച്ചിട്ട് അത് മറ്റുള്ളവർക്ക് പങ്കിട്ട് കൊടുക്കണം. ദൈവത്തിന്റെ വചനം പങ്കിട്ട് കൊടുക്കുന്നതനുസരിച്ച് നമുക്ക് കൂടുതൽ പഠിക്കാൻ പറ്റും. എന്റെ അനുഭൂതി എന്ന് പറയുകയാണെങ്കിൽ നിങ്ങളെക്കാൾ കൂടുതൽ പഠിക്കുന്ന ഒരുപക്ഷെ ആരായിരിക്കും? ഞാനായിരിക്കും. അതെന്തുകൊണ്ടാണ്? പങ്കിട്ട് കൊടുക്കാനായിട്ടൊരു ഉത്തരവാദിത്വം വരുമ്പോഴാണ്, അല്ലേ? നമ്മൾ ഈ പ്രസംഗിക്കുകയോ പഠിപ്പിക്കുകയോ ചെയ്യുന്ന ആളാണ് കൂടുതൽ പഠിക്കുന്നത്. അപ്പൊ അത് നിങ്ങൾക്കും പറ്റുമെന്നാ പറഞ്ഞത്. സ്റ്റാർട്ട് ഷെയറിങ്. ഇത് മറ്റുള്ളവർക്ക് പങ്കിട്ട് കൊടുക്കാനായിട്ട് നിങ്ങളും തുടങ്ങുക. അങ്ങനെ തുടങ്ങുമ്പോൾ നിങ്ങളും കൂടുതൽ പഠിക്കും. പഠിപ്പിക്കാൻ പോകുന്നതിന് മുമ്പ് പല വശങ്ങൾ ചിന്തിച്ചിട്ടാണ് വരുന്നത്. ഇപ്പൊ കോളേജിലാണെങ്കിലും ആദ്യം പഠിപ്പിക്കാനായിട്ട് കയറിയപ്പോൾ നമ്മൾ പിള്ളേർ എന്തൊക്കെ ചോദ്യങ്ങൾ ചോദിക്കാൻ സാധ്യതയുണ്ടെന്നുള്ളതൊക്കെ പല ആംഗിളിൽ നിന്ന് ചിന്തിച്ചിട്ട് പ്രിപ്പയർ ചെയ്തിട്ട് വന്നത്. എന്തെല്ലാം കുസൃതി കുട്ടന്മാരായിരിക്കും അറിയാവോ? എന്തൊക്കെയായിരിക്കും ചോദിക്കും. അവരിൽ അത്ര കുട്ടന്മാർ ഇവിടെ ഉണ്ട്. ഇവിടെ നിന്നൊന്നും ചോദിക്കല്ലോ. ഇറങ്ങിയ വേണ്ട പതുക്കെ ചോദിക്കും, ആ പറഞ്ഞതിന്റെ അർത്ഥം അങ്ങനെയാണോ ഇങ്ങനെയാണോ എന്നൊക്കെ ചോദിച്ചെന്നിരിക്കും. അപ്പൊ അതെല്ലാം മീറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ എങ്ങനെ ആയിരിക്കണം? വെൽ പ്രിപ്പയർഡ് ആയിരിക്കും. അപ്പൊ അതുപോലെ നമ്മളിത് പങ്കിട്ട് കൊടുക്കുമ്പോഴാണ് കൂടുതൽ ഷാർപ്പൻഡ് ആകുന്നത്. അല്ല, ഇതെല്ലാം ഇങ്ങനെ സ്റ്റോർ ചെയ്ത് വെച്ചിരുന്ന കുറെ കഴിയുമ്പോൾ കെട്ട് ഈ വിത്ത് പത്തായത്തിലിട്ടാൽ കെട്ടുപോകും. എടുത്ത് മണ്ണിലിടണമെന്ന്. മണ്ണിലിട്ടെങ്കിലേ അത് കിളിർത്ത് വന്ന് പ്രയോജനം ഉണ്ടാവുള്ളൂ. കേട്ടതെല്ലാം പത്തായത്തിൽ സ്റ്റോർ ചെയ്തിട്ടിരിക്കുകയാണ്. അതെടുത്ത് ഉപയോഗിക്കുന്നില്ലെങ്കിൽ എന്ത് സംഭവിക്കും? അത് കെട്ടുപോകും. പിന്നെ കുറെ കഴിയുമ്പോൾ നമ്മുടെ ഗോഡൌണിൽ നിന്നൊക്കെ വാരി കളയുന്നത് പോലെ, ഇല്ലേ? കാണുന്നില്ലേ? റേഷനറി കൊണ്ടുവന്നായിരുന്നു, പക്ഷെ ഒന്നിനും കൊള്ളുകയില്ല. അത് റിമൂവ് ചെയ്യുകയാണ്, വളത്തിന് എടുത്തു കളയുന്നു. ആർക്കും പ്രയോജനപ്പെട്ടില്ല എന്ന് പറയുന്നത് പോലെ വരും. നമ്മളിതിങ്ങനെ ഒത്തിരി കേട്ടു, ഇതെല്ലാം അകത്തിരിപ്പുണ്ട്. പങ്കുവെക്കുന്നില്ലെങ്കിൽ ഇത് പങ്കുവെക്കണം എന്നുള്ള കാര്യം ഓർക്കുക. അപ്പൊ പഴയത് ഇല്ലാതെ പുതിയത് കിട്ടത്തില്ല. പഴയതും പുതിയതും ഒരുപോലെ നമുക്ക് ആവശ്യമായിട്ട് ഉള്ളതാണ്. പഴയതിൽ നിന്നാണ് പുതിയത് വരുന്നത്. പഴയ കാര്യങ്ങൾ കർത്താവ് പറഞ്ഞത് തന്നെയാണ് പുതിയ നിയമത്തില്. പുതിയ ഉൾക്കാഴ്ച എന്ന് മാത്രം. ഒരു ഉദാഹരണം പറഞ്ഞാൽ ചിലപ്പോൾ വേഗം മനസ്സിലാവും. 1 യോഹന്നാൻ 2-ാം അധ്യായത്തിന്റെ 7-8 വാക്യങ്ങൾ. നമ്മൾ 1 യോഹന്നാൻ പഠിച്ചപ്പോൾ ഇത് പഠിച്ചിട്ടുള്ളതാ. അപ്പൊ പെട്ടെന്ന് ഓർക്കാൻ സാധിക്കും. പ്രിയമുള്ളവരെ, പുതിയൊരു കൽപ്പന അല്ല, ആദ്യം മുതൽ നിങ്ങൾക്കുള്ള പഴയ കൽപ്പനയത്രേ ഞാൻ നിങ്ങൾക്ക് എഴുതുന്നത്. ആ പഴയ കൽപ്പന നിങ്ങൾ കേട്ട വചനം തന്നെ. പുതിയൊരു കൽപ്പന ഞാൻ നിങ്ങൾക്ക് എഴുതുന്നു എന്നും പറയാം. പഴയ കൽപ്പന ഞാൻ ഞങ്ങൾക്ക് തരുന്നു. സംതിങ് ഓൾഡ്, സംതിങ് ന്യൂ എന്ന് വേണമെങ്കിൽ പറയാം. എന്തായിരുന്നു ഈ കൽപ്പന? ദൈവത്തെ സ്നേഹിക്കണം, സഹോദരനെ സ്നേഹിക്കണം, സമയലാഭത്തിന് വേണ്ടി. വായിച്ചു നോക്കുക. ഇത് പുതിയ കൽപ്പനയോ പഴയ കൽപ്പനയോ? പഴയ കൽപ്പന. ദൈവം പണ്ടേ പറഞ്ഞ കൽപ്പനയാണ്. ദൈവത്തെ നീ പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ മനസ്സോടും പൂർണ്ണ ശക്തിയോടും പൂർണ്ണ ആത്മാവോടും സ്നേഹിക്കണം. കൂട്ടുകാരനെ നിന്നെ പോലെ തന്നെ സ്നേഹിക്കണം. ആവർത്തന പുസ്തകത്തിലുണ്ട്, ലേവ്യ പുസ്തകത്തിലുണ്ട്. കൂട്ടുകാരനെ നിന്നെ പോലെ തന്നെ സ്നേഹിക്കണം എന്നുള്ളത് പുതിയ നിയമത്തിലെ പറഞ്ഞത് പലരും ധരിച്ചു വെച്ചിരിക്കുന്നത് അല്ല. പഴയ നിയമത്തിൽ ലേവ്യ 19:18 പറഞ്ഞിട്ടുണ്ട്. ശാസ്ത്രി വന്ന് ചോദിച്ചപ്പോൾ എന്തു പറയുന്നു കൽപ്പനയിൽ? അപ്പൊ അദ്ദേഹം തന്നെ പറഞ്ഞല്ലോ കൂട്ടുകാരനെ. എന്നിട്ട് ആരാണ് എന്റെ കൂട്ടുകാരൻ? കൽപ്പനയില്ലാഞ്ഞിട്ടുണ്ട്. കൽപ്പന പണ്ടേ ഉള്ളതാണ്. പക്ഷെ ഇപ്പൊ പറയുന്നത് കൂട്ടുകാരൻ ആരാണെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. സോ there comes the need for the new. പഴയതും പുതിയതും. കൽപ്പന പഴയത് തന്നെയാണ്. ദൈവത്തെ സ്നേഹിക്കണം, മനുഷ്യനെ സ്നേഹിക്കണം, കൂട്ടുകാരനെ സ്നേഹിക്കണം. പഴയ കൽപ്പനയാണ്. പക്ഷെ അതെങ്ങനെയാണ് ആചരിക്കുന്നതെന്ന് ചോദിച്ചാൽ ഇവർക്ക് അറിയാൻ പാടില്ല, ശാസ്ത്രിമാർക്ക് അറിയാൻ പാടില്ല. അപ്പൊ കർത്താവായ യേശുക്രിസ്തു വന്നിട്ട് അതിന്റെ പുതിയ മാതൃക, അതിന്റെ പുതിയ ഒരു അനുഭവം കാണിച്ചു കൊടുത്തു. ഇല്ലേ? എങ്ങനെയാണ് സ്നേഹിക്കേണ്ടത്, ആരെയാണ് സ്നേഹിക്കേണ്ടത്? നിങ്ങൾക്ക് പാവിയെ സ്നേഹിക്കാൻ പറ്റുന്നില്ല, നിങ്ങൾക്ക് ചുങ്കക്കാരനെ സ്നേഹിക്കാൻ പറ്റുന്നില്ല, അതിന്റെ കൂടെ ഇരുന്ന് ഭക്ഷണം കഴിക്കാൻ പറ്റുന്നില്ല. അപ്പോൾ ഉടനെ നിങ്ങളുടെ ഉള്ളിൽ എന്താ വരുന്നത്? വിമർശന ബുദ്ധിയാണ് വരുന്നത്. അപ്പൊ നിങ്ങളുടെ ഉള്ളിൽ എന്തില്ല? സ്നേഹമില്ല. കൂട്ടുകാരനെ സ്നേഹിക്കണമെന്നുള്ള തിയറി അറിയാം, ബട്ട് യു ആർ അണേബിൾ ടു. പക്ഷെ യേശുവിന് അത് സാധിക്കുന്നുണ്ട്. അപ്പൊ യേശുവിനെ കണ്ട് ഒരു ശിഷ്യൻ എന്ത് പഠിക്കണമായിരുന്നു? ഇത് ഇങ്ങനെ ആചരിക്കാം എന്ന് പഠിക്കണമായിരുന്നു. മനസ്സിലാവുന്നുണ്ടോ ഞാൻ പറയുന്നത്? പഴയ കൽപ്പന പുതിയ കാലഘട്ടത്തിൽ പുതിയതായിട്ട് ആചരിക്കാൻ യേശു പഠിപ്പിച്ചു. അപ്പൊ യേശുവിനെ നോക്കിയാൽ അത് പഠിക്കാമായിരുന്നു. പുതിയൊരു പ്രാധാന്യം, അതിന് പുതിയൊരു മാതൃക, പുതിയൊരു അനുഭവം. പിന്നെ കർത്താവിന്റെ അടുക്കൽ വന്നിട്ട് ഒത്തിരി കൽപ്പനകളുടെ കാര്യങ്ങളൊക്കെ പറഞ്ഞപ്പോൾ കർത്താവ് പറഞ്ഞു, അത്രയൊന്നും കുസ്തി പിടിക്കേണ്ടത്, എല്ലാം കൂടെ കമ്പൈൻ ചെയ്ത് ഒറ്റ ഇതിൽ തരാം, രണ്ടും കൂടെ ചേർത്ത് കഴിഞ്ഞാൽ എന്ന് പറഞ്ഞല്ലോ. മത്തായി 22-ാം അധ്യായത്തിലും മർക്കോസ് 12-ാം അധ്യായത്തിലും ഒക്കെ ദൈവമായ കർത്താവിനെ നീ പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ ആത്മാവോടും പൂർണ്ണ മനസ്സോടും കൂടെ സ്നേഹിക്കണം, ഇതാവുന്നു വലിയതും ഒന്നാമത്തേതുമായ കൽപ്പന. രണ്ടാമത്തേത് അതിനോട് സമം, കൂട്ടുകാരനെ നിന്നെ പോലെ തന്നെ ഈ 2 കൽപ്പനകളിൽ അതാണ് വേണ്ടത്. ഈ 2 കൽപ്പനകളിൽ സകല ന്യായപ്രമാണവും പ്രവാചകന്മാരും അടങ്ങിയിരിക്കുന്നു എന്ന് പറഞ്ഞു. പുതിയത്. പഴയതാണെങ്കിൽ 650 എണ്ണം എടുക്കണമായിരുന്നു. പുതിയതായപ്പോ 2 എണ്ണം എടുത്താൽ മതിയായിരുന്നു. പക്ഷേ ഈ 2 എണ്ണത്തിനകത്ത് പഴയതെല്ലാം ഉണ്ട്. സോ ദാറ്റ് ഈസ് ന്യൂ. അപ്പൊ അതുകൊണ്ട് ഇനി 10 കൽപ്പനയൊന്നും പഠിക്കണ്ട എന്നാണ് അതിന്റെ അർത്ഥം. അല്ല, 10 കൽപ്പനകൾ അറിഞ്ഞിരിക്കണം.
പക്ഷെ ഈ 10 കൽപ്പന ഈ 2 കൽപ്പനയ്ക്കകത്തുണ്ട്. കാരണം നമ്മൾ കൂട്ടുകാരനെ സ്നേഹിക്കുന്നെങ്കിൽ അവന്റേതൊന്നും മോഹിക്കുകയില്ല, അവന്റേത് മോഷ്ടിക്കുകയില്ല, അവനെ കൊല ചെയ്യുകയില്ല. മനസ്സിലാവുന്നുണ്ടോ? സ്നേഹമില്ലാത്തപ്പോഴാണല്ലോ അവനെ കൊല ചെയ്യാൻ പോകുന്നത്, അവന്റേത് മോഹിക്കാൻ പോകുന്നത്, മോഷ്ടിക്കാൻ പോകുന്നത്. അപ്പൊ ഈ കൽപ്പനയ്ക്കകത്ത് എല്ലാ കൽപ്പനയുണ്ട്. എന്നാൽ ആ കൽപ്പനകൾ ചിലപ്പോൾ വേണ്ടി വരും. കാരണം സ്നേഹത്തിനകത്ത് അങ്ങനെ മോഷ്ടിക്കരുതെന്നുണ്ടെന്ന് ചിലപ്പോൾ ചിലർക്ക് അറിയാൻ പാടില്ലായിരിക്കും. ഞാൻ പറഞ്ഞ ശ്രദ്ധിച്ചു. അപ്പം പഴയതും വേണം, പുതിയതും വേണം. ശാസ്ത്രിയുമാകണം, ശിഷ്യനുമാകണം. അങ്ങനെ ഒരു വീട്ടുടയവനാണ്. ശാസ്ത്രിയും ശിഷ്യനും ആയ ഒരു വീട്ടുടയവൻ. പഴയതും എടുത്തു കൊടുക്കാൻ പറ്റണം, പുതിയതും എടുത്ത് കൊടുക്കാൻ പറ്റണം. അപ്പൊ ഇങ്ങനെയുള്ള ഒരു ശാസ്ത്രി ആയിട്ട് നമ്മൾ മാറണമെന്ന് പറയുമ്പോൾ അങ്ങനെ ആരെങ്കിലും ഉണ്ടോ സാറേ എന്ന് ചോദിച്ചാൽ ഉണ്ട്. അതോടെ പറഞ്ഞ് നമുക്ക് ഈ ക്ലാസ് അവസാനിപ്പിക്കാം. പഴയ നിയമത്തിലെ ഞാൻ പറഞ്ഞു തുടങ്ങിയപ്പോൾ പറഞ്ഞ യെസ്രയുടെ പുസ്തകം 7-ാം അധ്യായത്തിന്റെ 10-ാം വാക്യം ഏറ്റവും നല്ല മാതൃകയാണ്. യെസ്രയുടെ പുസ്തകം 7-ാം അധ്യായത്തിന്റെ 10-ാം വാക്യം. അദ്ദേഹം ഒരു തീരുമാനം, യെസ്ര മനസ്സ് വെച്ചിരുന്നു, എ സ്ട്രോങ് ഡിസിഷൻ എന്നാണ് യെസ്രയെ കുറിച്ച് അവിടെ പറഞ്ഞിരിക്കുന്നത്. എന്തിനാ മനസ്സ് വെച്ചത്? യഹോവയുടെ ന്യായപ്രമാണം പരിശോധിക്കുവാനും അതനുസരിച്ച് നടക്കുവാനും ഇസ്രായേലിൽ അതിന്റെ ചട്ടങ്ങളും വിധികളും ഉപദേശിപ്പാനും യെസ്ര മനസ്സ് വെച്ചിരുന്നു. യെസ്ര ശാസ്ത്രി എന്ന് പറയുന്ന ആള് പഴയ നിയമത്തില് ശാസ്ത്രിയായിട്ടുണ്ടെന്ന് ഞാൻ പറഞ്ഞല്ലോ. അവിടുന്നാണ് പിന്നെ ശാസ്ത്രിമാർ ഇങ്ങോട്ട് വരുന്നത്. ഓൾഡ് ടെസ്റ്റ്മെന്റ് ഹിസ്റ്ററിയുടെ ലാസ്റ്റ് വരുന്നതാണ് യെസ്രയൊക്കെ. പിന്നെ നമ്മൾ പുതിയ നിയമത്തിലേക്ക് വരുന്നത്. അപ്പൊ യെസ്ര ശാസ്ത്രി ഇപ്പൊ ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം പാലിച്ച ഒരാളാണ്. അദ്ദേഹം എന്ത് ചെയ്തു? യഹോവയുടെ ന്യായപ്രമാണം പരിശോധിക്കുക എന്ന് പറഞ്ഞാൽ സ്ക്രൈബ് ലേണിംഗ്, പഠിക്കുന്ന ഒരു ശാസ്ത്രി. പിന്നീട് അദ്ദേഹം എന്ത് ചെയ്തു? അനുസരിച്ച് നടപ്പാനായിട്ട്, സോ ഡിസൈപ്പിൾ ലിവിങ്, ശിഷ്യനായിട്ട് ജീവിക്കുകയാണ്. പഠിക്കുന്ന ശാസ്ത്രി, ജീവിക്കുന്ന ശിഷ്യൻ. എന്നിട്ട് ഉപദേശിക്കുവാനായിട്ട് ഷെയറിംഗ്, എടുത്തു കൊടുക്കുന്ന വീട്ടുടയവൻ. അപ്പൊ അവൻ വീട്ടുടയവനായി. അപ്പൊ 3 കാര്യം ഓർക്കുക: ശാസ്ത്രി, ശിഷ്യൻ, വീട്ടുടയവൻ. ശാസ്ത്രി എന്ത് ചെയ്യും? പഠിക്കും. ശിഷ്യൻ എന്ത് ചെയ്യും? ജീവിക്കും. വീട്ടുടയവൻ എന്ത് ചെയ്യും? എടുത്തു കൊടുക്കും. അതാണ് ഈ പഠിച്ച ഉപമ. മനസ്സിലായോ? ഇറ്റ്സ് എ ഗുഡ് എക്സാമ്പിൾ ടു ഫോളോ. നമുക്ക് അനുവർത്തിക്കാൻ കൊള്ളാവുന്ന ഒരു മാതൃക. ഒരു ഉപമ നമ്മൾ പഠിച്ചു കഴിഞ്ഞു. എങ്ങനെയാണ് ഉപമ പഠിക്കേണ്ടതെന്നുള്ളതിന്റെ ഒരു രൂപരേഖയും ലഭിച്ചു എന്ന് ഞാൻ കരുതുന്നു. ഓരോ ക്ലാസ് കഴിയുമ്പോഴും ഞാൻ നിങ്ങൾക്കൊരു 5-6 ക്വസ്റ്റ്യൻ തരാൻ ഉദ്ദേശിക്കുന്നുണ്ട്. അതെന്തിനാണെന്ന് ചോദിച്ചാൽ, എഴുതിക്കൊണ്ട് ഇവിടെ വരരുത്. എഴുതിക്കൊണ്ട് വന്ന് ഞാൻ മാർക്കിട്ട് തരത്തില്ല. നിങ്ങൾ തന്നെ മാർക്കിട്ട് നിങ്ങളെ തന്നെ പരിശോധിക്കാനായിട്ടാണ്. നമ്മൾ പഠിച്ചു തുടങ്ങിയപ്പോൾ പറഞ്ഞൊരു കാര്യമുണ്ട്, മീറ്റ് യുവർ സെൽഫ് ഇൻ ദി പാരബിൾസ്. ഈ ഉപമകളിൽ നിങ്ങൾ നിങ്ങളെ തന്നെ കാണണം. വേറെ ആരെയും കാണണ്ട, അടുത്തിരിക്കുന്ന ആളെ കാണണ്ട, നമ്മൾ വേറെ ആരെയും കാണണ്ട. ആരെ കാണണം? നമ്മളെ തന്നെ കാണണം. അപ്പൊ നമ്മളെ തന്നെ കാണാൻ സഹായിക്കുന്ന 3-4 ചോദ്യങ്ങൾ കൂടി പറഞ്ഞുതരാം. അതോടെ ഈ ക്ലാസ് നമുക്ക് അവസാനിപ്പിക്കാം. അടുത്ത ക്ലാസ്സിൽ നമുക്ക് പുതിയൊരു ഉപമ പഠിക്കാൻ കർത്താവിൽ ശരണപ്പെടാം. ഒന്നാമത്തേത്, ഉപമകൾ പഠിക്കുന്നത് നിങ്ങൾക്ക് വിരസത ഉണ്ടാക്കുന്നുവോ അതോ ആവേശം ഉണർത്തുന്നുവോ? എന്നോട് പറയണ്ട, നിങ്ങൾ തന്നെ മനസ്സിൽ പറഞ്ഞാൽ മതി. ഡു യു ഫൈൻഡ് യുവർ സെൽഫ് എക്സൈറ്റഡ് ഓർ ബോർഡ് ബൈ സ്റ്റഡിയിങ് പാരബിൾസ്? രണ്ടാമത്തെ ഒരു ചോദ്യം, ഉപമകൾ പഠിക്കുമ്പോൾ നിങ്ങൾ നിങ്ങളെ തന്നെയാണ് കണ്ടെത്തുന്നത്. അങ്ങനെ നിങ്ങളെ തന്നെ കണ്ടെത്തുമ്പോൾ ഭയാശങ്കകൾ ഉണ്ടാകാറുണ്ടോ? മനസ്സിലായോ? ആർ യു അഫ്രൈഡ് ഓഫ് വാട്ട് യു മേ ലേൺ അബൌട്ട് യുവർ സെൽഫ്? ഇപ്പൊ പഠിച്ചതിനകത്ത് നമ്മളെ കുറിച്ച് തന്നെ പഠിക്കാൻ ഒത്തിരി കാര്യങ്ങളുണ്ടായിരുന്നു. നമ്മൾ പഠിക്കുന്ന ആളാണോ, ജീവിതത്തിൽ പകർത്തുന്ന ആളാണോ, പങ്കുവെക്കുന്ന ആളാണോ? അപ്പൊ ഇതിനകത്തൊക്കെ ഉത്തരങ്ങൾ വരുമ്പോഴത്തേക്ക് നമുക്ക് തന്നെ ഒരു ഭയം വരുന്നുണ്ടോ എന്ന്. മൂന്നാമത്തെ ചോദ്യം, ആത്മാർത്ഥതയോടെ ആത്മീയ സത്യങ്ങൾ ഗ്രഹിക്കാൻ നിങ്ങൾ ഉത്സാഹിക്കുന്നുണ്ടോ? ഡു യു സിൻസിയർലി സ്ട്രൈവ് ഫോർ സ്പിരിച്വൽ അണ്ടർസ്റ്റാൻഡിങ്? ആത്മീയ കാര്യങ്ങൾ ഗ്രഹിക്കണം എന്നുള്ളൊരു ഉത്സാഹം നമ്മുടെ ഉള്ളിലേക്ക് വരുന്നുണ്ടോ? 4, ഉപമകൾ പഠിപ്പിക്കുന്ന പാഠങ്ങൾ അനുവർത്തിക്കുവാൻ ഒരുക്കമാണോ? നമ്മൾ പഠിക്കുന്ന ഈ പാഠങ്ങൾ അനുവർത്തിക്കുവാൻ ഒരുക്കമാണോ? അല്ലെങ്കിൽ ഒരു ശാസ്ത്രിയും ഒരു ശിഷ്യനുമായിട്ടിരിക്കുവാൻ നമുക്ക് സാധിക്കുന്നുണ്ടോ? 5-ാമത്തെ ഒരു ചോദ്യം, നിങ്ങളുടെ ആത്മീയ നിധി, ട്രഷർ എന്തുമാത്രം നിറവുള്ളതാണ്? പഴയതും പുതിയതും ഉണ്ടോ എന്ന്. പുതിയതൊന്നും ഇല്ലാത്തതുകൊണ്ട് പഴയത് മാത്രം കൊടുക്കുന്ന ആളാണോ, അതോ പഴയതും ഇല്ല പുതിയതും ഇല്ലാതെ പാപ്പരായിട്ടിരിക്കുകയാണോ? എന്തുമാത്രം സ്റ്റോർ ഉണ്ട് ഇതിനകത്ത്? ഞാൻ ട്രഷറിയിലൊക്കെ ഇടയ്ക്ക് പോകാറുണ്ട് പെൻഷൻ മേടിക്കാൻ. അപ്പോൾ ആലുവ ട്രഷറിയിൽ എഴുതിയിട്ടുണ്ട്, ട്രഷറി പൊളിച്ച് പണിതിരിക്കുന്നതുകൊണ്ട് ഇവിടെ സ്ട്രോങ് റൂം ഇല്ലാത്തതുകൊണ്ട് വലിയ തുകകൾ ചോദിക്കരുത്. അപ്പൊ ഞാൻ എന്നെ ചോദന ചെയ്യാറുണ്ട്. അപ്പൊ നമ്മളോട് വലിയ തുക വല്ലതും ചോദിച്ചാൽ നമ്മൾ എന്ത് പറയും? ട്രഷറി പൊളിച്ചിട്ടിരിക്കുകയാണ്, ആവശ്യത്തിന് സ്റ്റോക്ക് ഇല്ല, അങ്ങനെ പറയുമെന്ന്. ഇതൊക്കെ നമ്മൾ വേറെ പത്രത്തിലും അല്ലാതെ വായിക്കാറില്ലേ? വലിയ ബില്ലുകൾ മാറുന്നത് ട്രഷറി തടഞ്ഞിരിക്കുന്നു. കാര്യം എന്താ? ട്രഷറിയിൽ കാശില്ല. നിങ്ങളുടെ അടുത്തൊരു ബില്ല് കൊണ്ടുവന്നാൽ, ആത്മീയമായിട്ടൊരു ബില്ല് കൊണ്ടുവന്നാൽ
എത്ര കോടിയുടെ ബില്ല് മാറ്റാനുള്ള ആസ്തി നിങ്ങൾ കൊണ്ടുവന്നു? പഴയതും പുതിയതും ഉണ്ടോ? പിൻവലിച്ച നോട്ടുകളാണോ ഉള്ളത്, അതോ പുതിയ നോട്ടുകളൊക്കെ ഉണ്ടോ? പരിശോധിക്കുക. അവസാനമായിട്ടൊരു ചോദ്യം കൂടി ഞാൻ നിങ്ങൾക്ക് തരുന്നു. നിങ്ങളുടെ ആത്മീയ സമ്പത്ത് നിങ്ങൾക്കായിട്ട് തന്നെ സൂക്ഷിച്ചു വെച്ചിരിക്കുകയാണോ? നമുക്ക് കുറെ പൈസ ഉണ്ടെങ്കിൽ ഇടയ്ക്കൊക്കെ എന്ത് ചെയ്യും? എണ്ണി നോക്കിയിട്ട് എല്ലാം അവിടെ ഉണ്ട്, ഒന്നും പോയിട്ടില്ല, കൂട്ടി താക്കോലും പോക്കറ്റിട്ട് ആർക്കും ഒരു പൈസയും കൊടുക്കാതെ നടക്കുന്ന നിങ്ങളുടെ ആത്മീയ സമ്പത്ത് നിങ്ങൾക്ക് വേണ്ടി തന്നെ സൂക്ഷിച്ചു വെച്ചിരിക്കുകയാണോ, അതോ ആർക്കെങ്കിലും ഷെയർ ചെയ്യാനുള്ള ഉദ്ദേശമുണ്ടോ? അപ്പൊ ഇതൊക്കെ നമുക്ക് നമ്മളെ തന്നെ ശോധന ചെയ്യാനായിട്ട് ഞാൻ തന്നെ ചില ടിപ്സ്, ചോദ്യങ്ങൾ എന്നുള്ളതേ ഉള്ളൂ. ഓരോ ഒപ്പം കഴിയുമ്പോൾ ഇതുപോലെ ചോദ്യങ്ങൾ പ്രതീക്ഷിക്കാം. ഈ ചോദ്യങ്ങളെല്ലാം കൂടെ എഴുതി വെച്ച് അതിനൊക്കെ ഉത്തരം കൊടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളെ തന്നെ കണ്ടെത്താൻ പറ്റും. ഉത്തരങ്ങൾ നിങ്ങൾ നിങ്ങളോട് തന്നെ പറയുക. നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവേ യേശു ക്രിസ്തു പിതാവേ, നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. തിരുവചനത്തിന്റെ സത്യങ്ങൾക്കായിട്ട് നന്ദിയോടെ സ്തോത്രം. കർത്താവേ, ഞങ്ങൾ പഴയതും പുതിയതും എടുത്തു കൊടുക്കുന്ന ഒരു ശാസ്ത്രിയും ശിഷ്യനുമായി മാറുവാൻ തക്കവണ്ണം, ഒരു വീട്ടുടയവനായി തീരുവാൻ തക്കവണ്ണം നീ ഞങ്ങളെ സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങൾക്ക് ലഭിച്ചിട്ടുള്ള ആത്മീയ നിധിക്കായിട്ട് നന്ദിയോടെ സ്തോത്രം. കർത്താവേ, കാലാകാലങ്ങളിലായി ധാരാളം കാര്യങ്ങൾ പഠിക്കുവാൻ ഞങ്ങൾക്ക് ഇടയായിട്ടുണ്ട്. അത് കർത്താവേ, എല്ലാം ഒന്നും ഞങ്ങൾക്ക് പ്രാക്ടീസ് ചെയ്യാൻ പറ്റിയിട്ടില്ല. അത് പ്രാക്ടീസ് ചെയ്യുവാൻ കൃപ തരണമെന്ന് പ്രാർത്ഥിക്കുന്നു. പ്രാക്ടീസ് ചെയ്തിട്ട് അത് മറ്റുള്ളവരോട് പങ്കുവെക്കുവാനുള്ള കൃപയും ഞങ്ങൾക്ക് നൽകണമെന്ന് പ്രാർത്ഥിക്കുന്നു. എസ്രാ ശാസ്ത്രിയെ പോലെ കർത്താവ് ഇത് പഠിക്കുവാനും കർത്താവ് അത് ജീവിതത്തിൽ അനുസരിച്ച് അനുവർത്തിക്കുവാനും അത് മറ്റുള്ളവർക്ക് ഉപദേശിച്ചു കൊടുക്കുവാനും തക്കവണ്ണം താൻ മനസ്സ് വെച്ചിരുന്നു. ഞങ്ങൾ വായിക്കുന്നത് പോലെ ഒരു ഉറച്ച തീരുമാനം ഈ കാര്യങ്ങളിലൊക്കെ എടുത്ത് കർത്താവ് ആത്മീയ സമ്പത്ത് വർദ്ധിപ്പിച്ച് അത് അനേകർക്ക് കൊടുക്കുന്നവരായി തീരുവാൻ തക്കവണ്ണം ഞങ്ങളെ ഓരോരുത്തരെയും അവിടുന്ന് അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ ഞങ്ങളുടെ പ്രാർത്ഥനകളെ കേൾക്കണമേ. ആമേൻ.